നമസ്കാരം. കേരള നവോത്ഥാന നായകന്മാരിൽ വളരെ പ്രധാനിയായ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ മക്തി തങ്ങൾ എന്നറിയപ്പെടുന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആരാണ് മക്തി തങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. കേരള നവോത്ഥാന നായകന്മാരിൽ മുസ്ലിം നവോത്ഥാന നായകന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് മക്തി തങ്ങൾ എന്നറിയപ്പെടുന്നത്. മക്തി തങ്ങൾ ജനിക്കുന്നത് 1847-ലാണ്. 1847 ജനിക്കുന്ന പ്രധാനപ്പെട്ട കേരള നവോത്ഥാന നായകനാണ് മക്തി തങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതേ വർഷം തന്നെ ജനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്, വനിതയുണ്ട്, ആനി ബെസന്റ് എന്നാണ് അവരുടെ പേര്. അപ്പം മറക്കരുത്, കേരള നവോത്ഥാനത്തിൽ, മുസ്ലിം നവോത്ഥാനത്തിൽ വളരെ പ്രധാനമായിരുന്ന കേരള നവോത്ഥാന നായകനാണ് മക്തി തങ്ങൾ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ജനിക്കുന്നത് പറഞ്ഞു 1847-ലാണ് എന്ന് പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഓർത്തു വെച്ചേക്കാം. മക്തി തങ്ങൾ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. അപ്പോൾ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിക്കാം. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിക്കാം. ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അതാരാണ്? മക്തി തങ്ങളാണ്. എന്നാൽ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിക്കാം. അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഒരു കാരണവശാലും മറക്കരുത്. രണ്ട് പോയിന്റുകൾ നമ്മളിപ്പോൾ നിലവിൽ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ പോയിന്റ്, കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്നാൽ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ മാർഗദർശി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. അതാരാണ്? മക്തി തങ്ങളാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഗുരു ആരാണെന്ന് ചോദിക്കാം. വെളിയംകോട് ഉമർ ഖാസി. മറക്കരുത്, വെളിയംകോട് ഉമർ ഖാസിയാണ് മക്തി തങ്ങളുടെ ഗുരു എന്നറിയപ്പെടുന്നത്. ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. മക്തി തങ്ങളുടെ ഗുരു ആരാണെന്ന് ചോദിക്കാം. മക്തി തങ്ങളുടെ ഗുരു എന്നറിയപ്പെടുന്നത് വെളിയംകോട് ഉമർ ഖാസിയാണ്. അപ്പോൾ വെളിയംകോട് ഉമർ ഖാസി ആരുടെ ശിഷ്യനാണ് എന്ന് ചോദിക്കാം. മക്തി തങ്ങളുടെ ശിഷ്യനാണ്. അടുത്ത പ്രധാനപ്പെട്ടത്, ഒരു മുസ്ലിം ആദ്യമായി രചിക്കുന്ന മലയാളം കൃതി എന്നറിയപ്പെടുന്നത് കഠോര കൂടാരമാണ്. അപ്പോൾ കഠോര കൂടാരം എന്നറിയപ്പെടുന്ന കൃതിയുടെ രചയിതാവ് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? മക്തി തങ്ങളാണ്. കഠോര കൂടാരം എന്നറിയപ്പെടുന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിക്കാം. മക്തി തങ്ങൾ. വർഷം 1884 കഠോര കൂടാരം എന്നറിയപ്പെടുന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? മക്തി തങ്ങളാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി അല്ലെങ്കിൽ മാർഗദർശി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? മക്തി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരെന്താണ്? വെളിയംകോട് ഉമർ ഖാസി. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഓർത്തു വെച്ചേക്കാം. ഇദ്ദേഹമാണ് മലയാളത്തിൽ ആദ്യമായിട്ട് എന്തെഴുതിയത്? ഒരു പുസ്തകം എഴുതിയ നവോത്ഥാന നായകനെന്നോ അല്ലെങ്കിൽ ആദ്യത്തെ മുസ്ലിം എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? മക്തി തങ്ങളെയാണ്. അപ്പം മലയാളത്തിൽ ആദ്യമായി പുസ്തകം എഴുതിയ മുസ്ലിം എന്നറിയപ്പെടുന്നത് ഏത് നവോത്ഥാന നായകനെയാണ്? വെളിയംകോട് ഉമർ ഖാസി, മക്തി തങ്ങളെയാണ്. ക്ലിയർ? മക്തി തങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? മലയാളത്തിൽ ആദ്യമായി പുസ്തകം എഴുതിയ ഒരു മുസ്ലിം എന്നറിയപ്പെടുന്നത്. ക്ലിയർ? ഇനി ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം പഠിച്ചു വെച്ചേക്കാം. തുഹഫത്തുൽ അഹ്യാർ. ഈ തുഹഫത്തുൽ അഹ്യാർ എന്നറിയപ്പെടുന്ന പുസ്തകത്തിൻ്റെ സ്ഥാപകനാര് എന്ന് ചോദിക്കാം. തുഹഫത്തുൽ അഹ്യാർ എന്നറിയപ്പെടുന്ന പത്രത്തിൻ്റെ സ്ഥാപകനാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ് ഉത്തരം? വെളിയംകോട് ഉമർ ഖാസിയാണ്. ഓക്കെ, അപ്പോൾ തുഹഫത്തുൽ അഹ്യാർ എന്നറിയപ്പെടുന്ന പത്രം രൂപീകരിച്ച കേരള നവോത്ഥാന നായകനാര് എന്ന ചോദ്യത്തിന് ഉത്തരം ആരാണ്? നമ്മുടെ മക്തി തങ്ങളാണ്. തുഹഫത്തുൽ അഹ്യാർ. എന്താണ് ഈ തുഹഫത്തുൽ അഹ്യാർ എന്ന് പറയുന്ന പത്രത്തിൻ്റെ പ്രത്യേകത? തുഹഫത്തുൽ അഹ്യാർ എന്ന് പറയുന്ന പത്രത്തിൻ്റെ യഥാർത്ഥ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളത്തിലെ ആദ്യത്തെ അറബി മലയാളം പത്രമാണ്. മലയാളത്തിലെ ആദ്യത്തെ അറബി മലയാളം പത്രമാണ് എന്തെന്നറിയപ്പെടുന്നത്? തുഹഫത്തുൽ അഹ്യാർ എന്നറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യ പത്രമായിട്ടുള്ള രാജ്യസമാചാരവും പശ്ചിമോദയവും ഉണ്ടാക്കിയ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ വളരെ ശക്തനായ വിമർശകനായിരുന്നയാളാണ് ആരെന്നറിയപ്പെടുന്നത്? മക്തി തങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ മക്തി തങ്ങൾ ഹെർമൻ ഗുണ്ടർട്ട് രചിച്ചിട്ടുള്ള ദ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ്, കൃതിയുടെ പേര് ഓർത്തു വെച്ചേക്കുക, ദ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്നറിയപ്പെടുന്ന
കൃതിക്ക് എതിരെ മക്തി തങ്ങൾ രചിച്ച ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ പേരാണ് നബി നാണയം. നബി നാണയം. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പത്രം ആരംഭിച്ചിരുന്നു. പത്രത്തിൻ്റെ പേര് തുഹഫത്തുൽ അഹ്യാർ എന്നാണ്. അതാണ് മലയാളത്തിലെ ആദ്യത്തെ അറബി മലയാളം പത്രം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ പത്രമായിട്ടുള്ള രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്ന്, കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്ന് അച്ചടിച്ചിറക്കുന്ന നമ്മുടെ രാജ്യസമാചാരം, പശ്ചിമോദയം തുടങ്ങിയ 2 പത്രങ്ങളുടെയും സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ വളരെ നിശ്ചിതനായ വിമർശകനായി മാറിയ നവോത്ഥാന നായകനാണ് ആരെന്നറിയപ്പെടുന്നത്? മക്തി തങ്ങൾ എന്നറിയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കേരള നവോത്ഥാന നായകന്മാരിൽ ഒരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകൻ്റെ വിമർശകനായി മാറിയ നവോത്ഥാന നായകനായ വാഗ്ഭടാനന്ദനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ നിശ്ചിത വിമർശകനായിരുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? മക്തി തങ്ങളാണ്. അദ്ദേഹം എഴുതിയ പുസ്തകം, അതായത് ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ദ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ്. ആ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകത്തിനെതിരെ ബദലായിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഒരു കൃതി രചിച്ചു. കൃതിയുടെ പേരാണ് നബി നാണയം. എന്താണ്? നബി നാണയം. അപ്പോൾ നബി നാണയം ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കാം. ആരുടെ പുസ്തകമാണ്? മക്തി തങ്ങളുടെ പുസ്തകമാണ്. കഠോരകൂടാരം 1884. കഠോരകൂടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ആദ്യമായിട്ടൊരു മുസ്ലിം എഴുതുന്ന കൃതിയാണ് എന്തെന്നറിയപ്പെടുന്നത്. ഒരു മുസ്ലിം മലയാള ഭാഷയിൽ ആദ്യമായിട്ട് എഴുതുന്ന പുസ്തകം എന്ന് വിശേഷണമുള്ള പുസ്തകത്തിൻ്റെ പേരാണ് കഠോരകൂടാരം. അതിനു മുമ്പോ അതിന് ശേഷമോ ഒക്കെ എന്തിട്ടുണ്ട്? അതിനു മുമ്പൊക്കെ ചിലപ്പോൾ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ അത്രത്തോളം അറിയപ്പെടുന്ന ഒരു വ്യക്തി മലയാളത്തിൽ ആദ്യമായിട്ടൊരു പുസ്തകം രചിക്കുന്നത് കഠോരകൂടാരം വഴിയാണ്. ഓക്കെ, കഠോരകൂടാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇനി ചോദിക്കാം. കഠോരകൂടാരം ട്രിനിറ്റി കോൺസെപ്റ്റിനെ വെല്ലുവിളിക്കുന്ന പുസ്തകമാണ്. ഓർത്ത് വെച്ചേക്കാം. ട്രിനിറ്റി കോൺസെപ്റ്റിനെ വെല്ലുവിളിക്കുന്ന പുസ്തകം, ട്രിനിറ്റി കോൺസെപ്റ്റിനെ വെല്ലുവിളിക്കുന്ന പുസ്തകമാണ് എന്തെന്നറിയപ്പെടുന്നത് കഠോരകൂടാരം. അപ്പോൾ കഠോരകൂടാരം എന്തിനെ വെല്ലുവിളിക്കുന്നു? ട്രിനിറ്റി കോൺസെപ്റ്റിനെ വെല്ലുവിളിക്കുന്നു. എന്താണ് ട്രിനിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രൈസ്തവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട 3 ത്രിയേക ദൈവങ്ങളാണ് എന്നറിയപ്പെടുന്നത് ട്രിനിറ്റി എന്നറിയപ്പെടുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 ദൈവങ്ങളെയും ആരാധിക്കുന്നവരാണ് ക്രൈസ്തവരെന്ന് പറയുന്നത്. ഇവരുടെ ആശയങ്ങൾ ഹെർമൻ ഗുണ്ടർട്ട് പ്രചരിപ്പിച്ചു. ആ പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്തി തങ്ങൾ എന്ത് ചെയ്യുന്നത്? അത് പിന്നീട് കൃതി രൂപത്തിൽ, ഒരു കൃതി എന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നത്? വിമർശനാത്മകമായി അതെന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, മക്തി തങ്ങൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നെന്നറിയപ്പെടുന്നത് അദ്ദേഹം തുഹഫത്തുൽ അഹ്യാർ എന്നറിയപ്പെടുന്ന ഒരു അറബി മലയാളം പത്രം രൂപീകരിച്ചതാണ്. അദ്ദേഹം ദ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് രചിച്ചിട്ടുള്ള ദ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകത്തിന് ബദലായിട്ട് നബി നാണയം എന്ന് പറയുന്ന കൃതി രചിച്ചയാളാണ്. അതുപോലെ തന്നെ ട്രിനിറ്റി കോൺസെപ്റ്റിനെ ആദ്യമായിട്ട് വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ എതിർത്ത നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് മക്തി തങ്ങളാണ്. കൃതിയുടെ പേര് കഠോരകൂടാരം. ഇത് മാത്രമല്ല, കഠോര വജ്രം എന്ന പേരിൽ ഒരു കൃതി കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കഠോര വജ്രം. ക്ലിയർ? അപ്പോൾ കഠോര വജ്രം എന്നറിയപ്പെടുന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിക്കാം. കഠോര വജ്രം എന്ന കൃതി രചിച്ചതും ആരാണ്? മക്തി തങ്ങളാണ്. ഓക്കെ, അപ്പോൾ മക്തി തങ്ങളാണ് കഠോര വജ്രം എന്നറിയപ്പെടുന്ന പുസ്തകം രചിച്ചതും കഠോരകൂടാരം എന്നറിയപ്പെടുന്ന പുസ്തകം രചിച്ചതും അതുപോലെ തന്നെ നബി നാണയം എന്നറിയപ്പെടുന്ന പുസ്തകം രചിച്ചതും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അടുത്തത് തുർക്കി സമാചാരം. തുർക്കി സമാചാരം എന്നറിയപ്പെടുന്ന ഒരു പത്രത്തിന് രൂപം നൽകുന്നത് മക്തി തങ്ങളാണ്. തുർക്കി സമാചാരം എന്ന പത്രത്തിന് രൂപം നൽകിയത് ആരാണെന്ന് ചോദിക്കാം. മക്തി തങ്ങൾ. വർഷം 1909. 1909 മക്തി തങ്ങൾ പുറത്തിറക്കിയ പത്രത്തിൻ്റെ പേരാണ് തുർക്കി സമാചാരം. എന്താണ്? തുർക്കി സമാചാരം. രാജ്യസമാചാരം ആരാ? ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ഹെർമൻ ഗുണ്ടർട്ട് പുറത്തിറക്കിയ പ്രധാനപ്പെട്ട പുസ്തകമാണെന്നറിയപ്പെടുന്നത് പത്രമാണ് രാജ്യസമാചാരം എന്നറിയപ്പെടുന്നത്. രാജ്യസമാചാരം പുറത്തിറക്കിയ അതേ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പത്രത്തിന് ബദലായിട്ട് അദ്ദേഹം കാലാന്തരത്തിൽ 1909 പുറത്തിറക്കിയ പത്രമാണ് എന്തെന്നറിയപ്പെടുന്നത് തുർക്കി സമാചാരം എന്നറിയപ്പെടുന്നത്. രാജ്യസമാചാരത്തിൻ്റെ കണ്ടന്റുകളിൽ പ്രധാനമായിട്ടും അടങ്ങിയിരുന്നത് ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
ശ്രദ്ധിച്ചേക്കാം. രാജ്യസമാചാരം എന്നറിയപ്പെടുന്ന പത്രത്തിൻ്റെ കണ്ടന്റുകളിൽ പരമപ്രധാനമായി അടങ്ങിയിരുന്ന സത്ത എന്നറിയപ്പെടുന്നത് ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ്. ഇനി അദ്ദേഹം 1909 മക്തി തങ്ങൾ ഒരു പത്രം ആരംഭിച്ചപ്പോൾ അതിൽ മുസ്ലിം മതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എന്ത് ചെയ്തു? തുർക്കി സമാചാരം എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ചു. രാജ്യസമാചാരത്തിൻ്റെ കണ്ടന്റുകളിൽ പ്രധാനപ്പെട്ടിരുന്നത് ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണെന്ന് പറഞ്ഞു. 1909 അദ്ദേഹം തുർക്കി സമാചാരം എന്ത് ചെയ്തു? രൂപീകരിച്ചു. ഏതിന് ബദലായിട്ട്? രാജ്യസമാചാരത്തിന് ബദലായിട്ട്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് മുൻകൂട്ടി തന്നെ ആരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ വിമർശനാത്മകമായ പ്രവർത്തനങ്ങളുണ്ട് ഹെർമൻ ഗുണ്ടട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആർക്കുണ്ട്? മക്തി തങ്ങൾക്കുണ്ട്. ഇതേ കാലഘട്ടത്തിലാണ് 1909 അദ്ദേഹം മറ്റൊരു പത്രം ആരംഭിച്ചുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള കടുത്ത വിമർശനം രേഖപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഒരു പത്രം എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. പത്രത്തിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞത് തുർക്കി സമാചാരം 1909. ക്ലിയർ? ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇദ്ദേഹത്തെ നമ്മൾ പറഞ്ഞു കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, മാതൃഭാഷയുടെ പോരാളി, മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മക്തി തങ്ങളാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് മറ്റേതെങ്കിലും ഉത്തരം തന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസത്തോടു കൂടി കറുപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ആളാണ് മക്തി തങ്ങൾ എന്നറിയപ്പെടുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നാം മക്തി തങ്ങൾ വരാൻ സാധ്യതയില്ല. നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിൽ ശ്രീനാരായണ ഗുരു ചോദിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ ചോദിച്ചു കഴിഞ്ഞാലോ, വാഗ്ഭടാനന്ദൻ ചോദിച്ചാലോ, ചട്ടമ്പി സ്വാമികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വളരെ പെട്ടെന്ന് പറ്റുന്ന ഓപ്ഷനുകളിൽ നമ്മുടെ തലച്ചോറിൽ പെട്ടെന്ന് സ്പാർക്ക് ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കും അത്. മക്തി തങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാര്യം അങ്ങനെ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട് അധികം പുസ്തകങ്ങൾ മുസ്ലിം നവോത്ഥാന നായകന്മാർ അധികം രചിച്ചിട്ടില്ല എന്ന ചിന്താഗതിയാണ് അതിന് കാരണം. അതിനെ കീഴ്മേൽ മറിക്കുന്ന ഉത്തരവാണ് മക്തി തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുക. മക്തി തങ്ങളാണ് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നത്. ഒരു സംശയവുമില്ലാതെ പഠിച്ചു വെച്ചേക്കുക. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മക്തി തങ്ങൾ. ആ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം കഠോര കൂടാരം, കഠോര വജ്രം, നബി നാണയം, അല്ലേ? ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ മലയാള ചായ്വുള്ള ഒരു കൃതികളായി അല്ലെങ്കിൽ മലയാളത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള പ്രധാന കൃതികളായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണം, മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നാദ്യമായി ആവശ്യപ്പെട്ട കേരള മുസ്ലിം നവോത്ഥാന നായകൻ മക്തി തങ്ങളാണ്. മുസ്ലിം സ്ത്രീകൾക്ക്, മുസ്ലിം വനിതകൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നാദ്യമായി ആവശ്യപ്പെട്ട കേരള നവോത്ഥാന നായകൻ മക്തി തങ്ങൾ. ഒന്നും കൂടെ, മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് ആവശ്യപ്പെട്ട ആദ്യ കേരള നവോത്ഥാന നായകൻ ആരാണ്? മുസ്ലിം നവോത്ഥാന നായകൻ ആരാണ്? മക്തി തങ്ങളാണ്. ഇദ്ദേഹം ഈ സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൃതി എഴുതുകയുണ്ടായി. കൃതിയുടെ പേരാണ് നാരി നരാഭിചാരി. നാരി നരാഭിചാരി, നാരി നരാഭിചാരി. ഓക്കെ, അപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണം, മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്ന ആശയവുമായി അദ്ദേഹം എന്ത് ചെയ്തു? മുന്നോട്ട് പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പരമപ്രധാനമായിട്ടുള്ള ഒരു പുസ്തകം രചിക്കുകയും ചെയ്തു. പുസ്തകത്തിൻ്റെ പേര് നാരി നരാഭിചാരി. അപ്പോൾ നാരി നരാഭിചാരി എന്നറിയപ്പെടുന്ന പുസ്തകത്തിൻ്റെ കണ്ടന്റ് എന്താണ്? മുസ്ലിം സ്ത്രീകൾക്ക് എന്ത് കൊടുക്കണം? വിദ്യാഭ്യാസം കൊടുക്കണം. ഓക്കെ, അപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക്, മുസ്ലിം വനിതകൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മക്തി തങ്ങൾ രചിച്ച കൃതിയുടെ പേരാണ് നാരി നരാഭിചാരി. ട്രിനിറ്റി കോൺസെപ്റ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട് മക്തി തങ്ങൾ രചിച്ച ആദ്യ പുസ്തകത്തിൻ്റെ പേര് കഠോര കൂടാരം. അതുമാത്രമല്ല, കഠോര വജ്രം എന്നറിയപ്പെടുന്ന മറ്റൊരു പുസ്തകം കൂടി ആര് രചിക്കുന്നുണ്ട്? മക്തി തങ്ങൾ രചിക്കുന്നുണ്ട്. ഇതേ അർത്ഥത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തു വെച്ചേക്കുക. നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട് 1847 കാലഘട്ടങ്ങളിൽ ആരംഭിക്കുന്ന രാജ്യസമാചാരത്തിന് ബദലായിട്ട് 1909 നമ്മൾ മനസ്സിലാക്കുക, മക്തി തങ്ങൾ ജനിക്കുന്നത് 1847 അതേ വർഷം തന്നെയാണ് രാജ്യസമാചാരം പുറത്തിറങ്ങുന്നത്. ഓക്കെ, അതേ കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ പത്രം കാലാന്തരത്തിൽ ഒരു നവോത്ഥാന നായകൻ മറ്റൊരു മതത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ അവസാന പേര് സ്വീകരിച്ചുകൊണ്ട്, സമാചാരം എന്ന് പറയുന്ന വാക്ക് സ്വീകരിച്ചുകൊണ്ട് തുടങ്ങുന്നു. അതാരാണ്? മക്തി തങ്ങളാണ്. അത് ഏതാണ് പത്രം? തുർക്കി സമാചാരം. ഏതാണ് ആ വർഷം? 1909. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഓർത്ത് വെച്ചേക്കുക.
ദ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകത്തിന് ബദലായിട്ട് എന്ത് രചിച്ചു? നബി നാണയം രചിച്ചു. നബി നാണയം രചിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെ? മക്തി തങ്ങൾ തന്നെ. അടുത്തത്, മലയാളത്തിൽ ആദ്യമായിട്ട് അറബി മലയാളം പത്രം എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാതൃകയിലുള്ള ഒരു പത്രം വരുന്നു. പത്രത്തിന്റെ പേര് ശ്രദ്ധിച്ചു കേട്ടോ, തുഹഫത്തുൽ അഹ്യാർ. പത്രത്തിന്റെ പേരെന്താണ്? തുഹഫത്തുൽ അഹ്യാർ എന്നാണ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്. മക്തി തങ്ങൾ ജനനം പറഞ്ഞു 1847 അല്ലേ? അതേ വർഷം ജനിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വനിതയുടെ കാര്യം പറഞ്ഞു, അനി ബെസന്റ്. തുർക്കി സമാചാരം 1909. നാരി നരാഭിചാരി, മലയാളത്തിൽ ആദ്യമായിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത രചിക്കപ്പെട്ട പുസ്തകമാണ് നാരി നരാഭിചാരി എന്നറിയപ്പെടുന്നത്. അടുത്തത്, ദ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്നറിയപ്പെടുന്ന പുസ്തകം രചിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. അതിന് ബദലായിട്ട് രചിക്കപ്പെട്ട പുസ്തകം നബി നാണയം. ഇനി നബി നാണയത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്, അത് പറയുന്നൊരു കൂട്ടത്തിൽ ശ്രദ്ധിച്ചേക്കാം. ഏതെങ്കിലും ഒരു മുസ്ലിം പ്രവാചകനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു മുസ്ലിം നവോത്ഥാന നായകൻ രചിക്കുന്ന കൃതിയാണെന്ത്? നബി നാണയം. ശ്രദ്ധിച്ചേക്കാം. ഏതെങ്കിലും ഒരു മുസ്ലിം പ്രവാചകനെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായി രചിക്കപ്പെടുന്ന ജീവചരിത്ര കൃതിയുടെ പേര് എന്നറിയപ്പെടുന്നത് നബി നാണയമാണ്. ഏതിന് ബദലായിട്ടാണ്? ദ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ്. ക്ലിയർ? അപ്പോൾ മുഹമ്മദ് നബിയെ കുറിച്ച് ആദ്യമായിട്ട് ഒരു മലയാളത്തിൽ പുറത്തിറങ്ങുന്ന ജീവചരിത്ര കൃതി എന്നറിയപ്പെടുന്നത് ഏതാണ്? നബി നാണയമാണ്. അടുത്തത്, ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് എന്തെന്ന പേരിലാണ്? മാതൃഭാഷയുടെ പോരാളി എന്ന പേരിലാണ്. അടുത്തത്, ഇദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് വെളിയംകോട് ഉമർ ഖാസി എന്നാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു. അടുത്തത്, ട്രിനിറ്റി കോൺസെപ്റ്റിനെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. ഏതൊക്കെ പുസ്തകങ്ങളിലൂടെ? കഠോര കൂടാരം, കഠോര വജ്രം. കഠോര കൂടാരം രചിക്കപ്പെട്ട വർഷം 1884 എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം ആണ് മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യത്തെ മുസ്ലിം എന്നറിയപ്പെടുന്നത്. അടുത്തത്, അദ്ദേഹം ആരംഭിച്ച പത്രത്തിൻ്റെ പേരാണ്, ഒരു അറബി മലയാളം പത്രത്തിൻ്റെ പേരാണ് തുഹഫത്തുൽ അഹ്യാർ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട പത്രം ആരംഭിച്ചിരുന്നു, തുർക്കി സമാചാരം 1909. ക്ലിയർ? ഇനി അടുത്ത പ്രധാനപ്പെട്ട പ്രത്യേകത പറയാൻ പോവുകയാണ്. ഇദ്ദേഹം ജാതീയമായ അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് മറ്റു മതങ്ങളിലെ ജാതീയമായ അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി ഇറങ്ങി പ്രവർത്തിച്ച ഒരു മുസ്ലിം നവോത്ഥാന നായകൻ. ഒരു മുസ്ലിം നവോത്ഥാന നായകൻ എന്ന നിലയിൽ ജാതീയത ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് ആരെന്നറിയപ്പെടുന്നത്? മക്തി തങ്ങൾ എന്നറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ അന്യ സമുദായങ്ങളിലുള്ള അല്ലെങ്കിൽ അന്യ മതങ്ങളിലുള്ള ജാതീയത തെറ്റാണ് എന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ആരെന്നറിയപ്പെടുന്നത്? മക്തി തങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സ്വന്തം മതത്തിലെ മാറ്റങ്ങൾ മാത്രമല്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്, മറ്റു മതങ്ങളിലുള്ള ജാതീയത എന്നറിയപ്പെടുന്ന സങ്കല്പവും തെറ്റാണ് എന്ന് അദ്ദേഹം വാദിച്ചു. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇസ്ലാം മതത്തിലെ വളരെ പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നായിരുന്ന മൃഗബലി, ഈ സർവ്വസാധാരണ വലിയ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ നടക്കാറുള്ള മൃഗബലി തെറ്റാണ് എന്ന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ്? നമ്മുടെ മക്തി തങ്ങളാണ്. അപ്പോൾ മൃഗബലി, ഇസ്ലാം മതത്തിലെ മൃഗബലി തെറ്റാണ് എന്ന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിക്കാം. ആരാണ്? മക്തി തങ്ങളാണ്. ക്ലിയർ അല്ലേ? ക്ലിയറാണ്. ഇനി ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, അദ്ദേഹം ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ ഒരു പുസ്തകം എഴുതി. ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരാണ് ക്രൈസ്തവ വായടപ്പ്. ഓക്കെ, ഇപ്പോൾ ക്രൈസ്തവ വായടപ്പ് എന്നറിയപ്പെടുന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ക്രൈസ്തവ വായടപ്പ് എന്നറിയപ്പെടുന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? മക്തി തങ്ങൾ. ആരാണ്? മക്തി തങ്ങൾ. അപ്പോൾ ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ മക്തി തങ്ങൾ രചിച്ച പുസ്തകത്തിൻ്റെ പേര് ക്രൈസ്തവ വായടപ്പ്. എന്താണ്? ക്രൈസ്തവ വായടപ്പ്. ശ്രദ്ധിച്ച് കേട്ടോ, മക്തി തങ്ങൾ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ എന്നറിയപ്പെടുന്നയാളാണ്, മുൻഗാമി എന്നറിയപ്പെടുന്നയാളാണ്, മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. അടുത്ത പ്രധാനപ്പെട്ട പുസ്തകത്തിൻ്റെ പേരാണ്, അദ്ദേഹം രചിച്ച അടുത്ത പ്രധാനപ്പെട്ട പുസ്തകത്തിൻ്റെ പേരും കൂടെ ഓർത്ത് വെച്ചേക്കാം, പാർക്കളിത പോർക്കളം. പാർക്കളിത
പോർക്കളം. പാർക്കളിത പോർക്കളം എന്നറിയപ്പെടുന്ന കൃതിയുടെ രചയിതാവ് ആരാണെന്ന് ചോദിക്കാം. പാർക്കളിത പോർക്കളം. പാർക്കളിത പോർക്കളം എന്നറിയപ്പെടുന്ന കൃതിയുടെ രചയിതാവ് മക്തി തങ്ങൾ. ആരാണ്? മക്തി തങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മക്തി തങ്ങളെ കുറിച്ചാണ്. മക്തി തങ്ങൾ ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മക്തി തങ്ങൾ എന്നറിയപ്പെടുന്ന കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ, അല്ലെങ്കിൽ നവോത്ഥാന നായകനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നോട്ട് എഴുതാം. നോട്ട് ഇതിൽ എഴുതി പോവുകയാണോ ചെയ്യുക? ഇല്ലല്ലോ, നോട്ട് എഴുതാം. നോട്ട് എഴുതി ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും നോട്ട് എഴുതി പോയവരാണോ? ഓക്കെ, നോട്ട് എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നോട്ട് പറയാം. ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും പറയാം, ഒന്നുകൂടെ പറയാം. അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കാമോ? ഉണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. ശരി. അപ്പോൾ ജനനം 1847. മക്തി തങ്ങൾ ജനനം 1847. ഗുരുവിൻ്റെ പേര് വെളിയംകോട് ഉമർ ഖാസി. ഗുരു വെളിയംകോട് ഉമർ ഖാസി. പൊന്നാനിക്കാരനായ ആളാണ് അദ്ദേഹം. മലപ്പുറം ജില്ലയിലാണ്. അടുത്ത പ്രത്യേകത, മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. മുൻഗാമി എന്നോ മാർഗദർശി എന്നോ പറഞ്ഞാലും രണ്ടും ഒരേ അർത്ഥമാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി അല്ലെങ്കിൽ മാർഗദർശി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. അറിയാത്തവർ കുഞ്ഞ് ഒരു ബോക്സിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി വിട്ടേക്കുക, കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത്, മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യ മുസ്ലിം. മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യ മുസ്ലിം. മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യ മുസ്ലിം. കൃതിയുടെ പേര് കഠോര കൂടാരം. കൃതിയുടെ പേര് കഠോര കൂടാരം. കൃതിയുടെ പേര് കഠോര കൂടാരം. കഠോര കൂടാരം. ട്രിനിറ്റി കോൺസെപ്റ്റിനെ വെല്ലുവിളിച്ച ആദ്യ കൃതി. ട്രിനിറ്റി കോൺസെപ്റ്റിനെ വെല്ലുവിളിച്ച ആദ്യ കൃതി, ആദ്യ മലയാള കൃതി. ട്രിനിറ്റി കോൺസെപ്റ്റിനെ എതിർത്ത ആദ്യ മലയാള കൃതി കഠോര കൂടാരം. ട്രിനിറ്റി കോൺസെപ്റ്റിനെ വെല്ലുവിളിച്ച ആദ്യ മലയാളം കൃതി കഠോര കൂടാരം. വർഷം 1884. 1884. ട്രിനിറ്റി കോൺസെപ്റ്റിനെ എതിർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കൃതി കൂടിയുണ്ട്. അതെങ്ങനെയാണ്? കഠോര വജ്രം. കഠോര വജ്രം. കഠോര വജ്രം. അടുത്തത് 1909 തുർക്കി സമാചാരം എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ച നവോത്ഥാന നായകൻ. തുർക്കി സമാചാരം എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ച നവോത്ഥാന നായകൻ. മലയാളത്തിലെ ആദ്യത്തെ അറബി മലയാളം പത്രം. മലയാളത്തിലെ ആദ്യത്തെ അറബി മലയാളം പത്രം രൂപീകരിച്ച നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സ്ഥാപിച്ച നവോത്ഥാന നായകൻ. മലയാളത്തിലെ ആദ്യത്തെ അറബി മലയാള പത്രം സ്ഥാപിച്ച നവോത്ഥാന നായകൻ. മലയാളത്തിലെ ആദ്യത്തെ അറബി മലയാളം പത്രം സ്ഥാപിച്ച നവോത്ഥാന നായകൻ. പത്രത്തിൻ്റെ പേര് തുഹഫത്തുൽ അഹ്യാർ. പത്രം തുഹഫത്തുൽ അഹ്യാർ.
തുഹഫത്തുൽ അഖ്യാർ. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ദ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന പുസ്തകത്തിന് എതിരെ, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് രചിച്ച ദ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന പുസ്തകത്തിനെതിരെ നബി നാണയം എന്നറിയപ്പെടുന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ, നബി നാണയം എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ, നബി നാണയം എന്നറിയപ്പെടുന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ ഏതെങ്കിലും ഒരു മുസ്ലിം പ്രവാചകനെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട ജീവചരിത്ര കൃതി നബി നാണയം. അടുത്തത്, ഗുരുവിൻ്റെ പേര് വെളിയംകോട് ഉമർ ഖാസി എഴുതിയിട്ടുണ്ടാവും. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു. അടുത്തത്, മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നാവശ്യപ്പെട്ട ആദ്യ മുസ്ലിം നവോത്ഥാന നായകൻ. മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നാവശ്യപ്പെട്ട ആദ്യ നവോത്ഥാന നായകൻ. മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നാവശ്യപ്പെട്ട ആദ്യ മുസ്ലിം നവോത്ഥാന നായകൻ മക്തി തങ്ങൾ. ആവശ്യപ്പെട്ട പുസ്തകം നാരി നരാഭിചാരി. അടുത്തത്, ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ മക്തി തങ്ങൾ രചിച്ച കൃതി ക്രൈസ്തവ വായടപ്പ്. ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ മക്തി തങ്ങൾ രചിച്ച കൃതി ക്രൈസ്തവ വായടപ്പ്. അടുത്തത് മറ്റൊരു കൃതിയാണ് പാർക്കളിത പോർക്കളം. മുസ്ലിം പ്രവാചകന്മാരെ പ്രകീർത്തിക്കുന്ന പുസ്തകമാണ് പാർക്കളിത പോർക്കളം എന്നറിയപ്പെടുന്നത്. ഓക്കെ. അടുത്തത്, ഇസ്ലാം മതത്തിലെ മൃഗബലി തെറ്റാണ് എന്ന് വാദിച്ച, അല്ലെങ്കിൽ മൃഗബലി അവസാനിപ്പിക്കണം എന്ന് വാദിച്ച നവോത്ഥാന നായകൻ. തെറ്റാണ് അല്ലെങ്കിൽ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട നവോത്ഥാന നായകൻ മക്തി തങ്ങൾ. അപ്പോൾ മക്തി തങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്ര പ്രത്യേകതകളാണുള്ളത്. നമ്മൾ ഇത്ര കാര്യങ്ങളാണ് മക്തി തങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ അടുത്ത ഒരു നവോത്ഥാന നായകനിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാഗ്ഭടാനന്ദനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട അടുത്ത കേരള നവോത്ഥാന നായകനെയാണ് പഠിക്കാൻ പോകുന്നത്. കേരള നവോത്ഥാന നായകന്മാരിൽ വളരെ പ്രധാനിയായിരുന്ന നവോത്ഥാന നായകനായിരുന്ന സഹോദരൻ അയ്യപ്പനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം ജനിക്കുന്നത് 1889 ഓഗസ്റ്റ് മാസം 21-ാം തീയതിയാണ്. ഓക്കെ, ജനനം 1889 ഓഗസ്റ്റ് മാസം 21-ാം തീയതി. വ്യക്തിയുടെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, സഹോദരൻ അയ്യപ്പനെ കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായിട്ടൊരു കാര്യം അറിയാം. അദ്ദേഹം ജനിക്കുന്നത് ചെറായിലാണ്. എറണാകുളം വൈപ്പിൻ ചെറായി. ഈ ചെറായി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത്. ഓക്കെ, അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത് 1889 ഓഗസ്റ്റ് മാസം 21-ാം തീയതിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി
അദ്ദേഹം ജനിച്ചത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. എവിടെയാണ് ജനിച്ചത്? എറണാകുളം ജില്ലയിലാണ് ജനിച്ചത്. എറണാകുളം ജില്ലയിൽ വൈപ്പിനടുത്തുള്ള ചെറായി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഓർത്ത് വെച്ചേക്കാം. പിതാവിൻ്റെ പേര് ചോദിക്കാം. പിതാവിൻ്റെ പേര് കുമ്പളത്തു പറമ്പിൽ കൊച്ചാവു വൈദ്യൻ. പിതാവിൻ്റെ പേര് കുമ്പളത്തു പറമ്പിൽ കൊച്ചാവു വൈദ്യൻ. മറക്കരുത്, പിതാവ് കുമ്പളത്തു പറമ്പിൽ കൊച്ചാവു വൈദ്യൻ. ഇദ്ദേഹമാണ് പിതാവ് എന്നറിയപ്പെടുന്നത്. മാതാവിൻ്റെ പേര് ഓർത്ത് വെച്ചേക്കാം, ഉണ്ണൂലി. മാതാവിൻ്റെ പേര് ഉണ്ണൂലി എന്നാണ്. അപ്പോൾ പിതാവിൻ്റെ പേര് കുമ്പളത്തു പറമ്പിൽ കൊച്ചാവു വൈദ്യൻ, മാതാവിൻ്റെ പേര് ഉണ്ണൂലി എന്നാണ്. ഭാര്യയുടെ പേര് E.A. പാർവതി. ഭാര്യയുടെ പേരെന്താണ്? E.A. പാർവതി എന്നാണ്. E.A. പാർവതി. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, കേരള നവോത്ഥാന നായകന്മാരിൽ പ്രധാനിയായിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്ന 1889 ഓഗസ്റ്റ് മാസം 21-ാം തീയതി എറണാകുളം ജില്ലയിലെ വൈപ്പിനടുത്തുള്ള ചെറായി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കുമ്പളത്തു പറമ്പിൽ കൊച്ചാവു വൈദ്യൻ എന്നാണ്. മാതാവിൻ്റെ പേര് ഉണ്ണൂലി എന്നാണ്. ഭാര്യയുടെ പേര് E.A. പാർവതി എന്നാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഓർത്ത് വെച്ചേക്കുക, സഹോദരൻ അയ്യപ്പൻ്റെ മറ്റു പേരുകൾ, സഹോദരൻ അയ്യപ്പനെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ. ഒന്ന് പുലയൻ അയ്യപ്പൻ. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ്. അടുത്തത് അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. ശ്രദ്ധിച്ചേക്കുക, സഹോദരൻ അയ്യപ്പൻ്റെ മറ്റൊരു പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? അയ്യപ്പൻ മാസ്റ്റർ, പുലയൻ അയ്യപ്പൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. അതെങ്ങനെ പേര് വന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, പറയാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇവിടെ എഴുതിയിട്ടു, അയ്യപ്പൻ മാസ്റ്റർ. മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അത് P.K. ചാത്തൻ മാസ്റ്ററാണ്. ആരാണ്? P.K. ചാത്തൻ മാസ്റ്ററാണ് മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. മാസ്റ്റർ ദ എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആളുണ്ട്, സൂര്യസെൻ. മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. കേരള നവോത്ഥാന നായകൻ ആരാണ്? അത് P.K. ചാത്തൻ മാസ്റ്ററാണ്, സഹോദരൻ അയ്യപ്പനല്ല. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനൊരു ചോദ്യം തന്നിരിക്കാം, മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? P.K. ചാത്തൻ മാസ്റ്റർ തരാം, അതിൻ്റെ തൊട്ട് താഴെ ആര് തരാം? സഹോദരൻ അയ്യപ്പൻ തരാം. നമ്മൾ പഠിച്ചു വയ്ക്കുന്നതനുസരിച്ച് എന്താണ് അയ്യപ്പൻ മാസ്റ്റർ എന്ന പേര് കൂടി അതിനുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് എഴുതാൻ സാധ്യതയുള്ളത് ആരെയാണ്? നമ്മുടെ സഹോദരൻ അയ്യപ്പനെയാണ്. അങ്ങനെ ഒരു കാരണവശാലും എഴുതരുത്, സഹോദരൻ അയ്യപ്പനല്ല, P.K. ചാത്തൻ മാസ്റ്ററാണ് നമ്മൾ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഓക്കെ, എന്നാൽ അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകൾ എന്തൊക്കെയാണ്? പുലയൻ അയ്യപ്പൻ, അതുപോലെ തന്നെ അയ്യപ്പൻ മാസ്റ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഓർത്ത് വെച്ചേക്കുക, ഈ സഹോദരൻ അയ്യപ്പൻ രചിച്ചു എന്ന് കരുതപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട്, ഒരു പാട്ടുണ്ട്. അതെങ്ങനെയാണ്? മാവേലി നാടുവാണിയിടും കാലം. മാവേലി നാടുവാണിയിടും കാലം എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ കൃതിയുടെ രചയിതാവ് ആരാണെന്ന് കരുതപ്പെടുന്നു? സഹോദരൻ അയ്യപ്പനാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് M.K. സാനു എഴുതിയ പുസ്തകത്തിൽ ഇത് ഈ ഒരു ധാരണ തെറ്റാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. പക്ഷെ ഓർത്ത് വെച്ചേക്കുക, അങ്ങനെ ഒരു വാദം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് എന്തെഴുതിയത്? മാവേലി നാടുവാണിയിടും കാലം എന്നറിയപ്പെടുന്ന കൃതി രചിച്ചത് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 1917 ഇദ്ദേഹം നടത്തിയ മിശ്രഭോജനമാണ്. 1917 മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് ആരെന്നറിയപ്പെടുന്നത്? സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1917 മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് ആര്? സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് 1917. എന്നാൽ 1915 പുലയ വിദ്യാർത്ഥികളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ഒരു പ്രധാനപ്പെട്ട മിശ്രഭോജനത്തിന് രൂപം നൽകിയിരുന്നു. 1915 പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി പുലയ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ശ്രീനാരായണ ഗുരു ഇരുന്ന് ഭക്ഷണം കഴിച്ച സംഭവത്തെയാണ് 1915 മിശ്രഭോജനം എന്നറിയപ്പെടുന്നത്. ആര് നടത്തിയ? ശ്രീനാരായണ ഗുരു നടത്തിയ മിശ്രഭോജനം എന്നറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ 1915 ശ്രീനാരായണ ഗുരു
പുലയ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുകയും അതിന് നടുവിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്ത സംഭവത്തെയാണ് നമ്മൾ ആദ്യത്തെ മിശ്രഭോജനം എന്ന തരത്തിൽ ശ്രീനാരായണ ഗുരു നടത്തിയ മിശ്രഭോജനം എന്ന തരത്തിൽ പറയുക. 1915. 1917 സഹോദരൻ അയ്യപ്പൻ ഒരു മിശ്രഭോജനം നടത്തുന്നുണ്ട്. 1917. 1921 കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ആരാണ്? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന് നടത്തി? മിശ്രഭോജനം നടത്തി. അപ്പോൾ 1915, 17, 21 കാലഘട്ടങ്ങളിൽ മിശ്രഭോജനം എന്ത് ചെയ്തിട്ടുണ്ട്? സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മിശ്രഭോജനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥമാണ് പന്തി ഭോജനം എന്നറിയപ്പെടുന്നത്. പക്ഷേ ഇതിനെ പല അർത്ഥത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പന്തി ഭോജനം തന്നെയാണെന്നറിയപ്പെടുന്നത്. ആ മിശ്രഭോജനവും അതുപോലെ തന്നെ പ്രീതി ഭോജനവും അതുപോലെ തന്നെ സമപന്തി ഭോജനമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത് മാറുന്നത്. ഓക്കെ, അതിന് മറ്റു പേരുകൾ വരുന്നു എന്നേ ഉള്ളൂ. ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരു മേശയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇരിപ്പിടവുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു തറയിലിരുന്നുകൊണ്ടോ ഒരു സദ്യ നടത്തുന്നതിനെയാണ് നമ്മൾ പന്തി ഭോജനം എന്ന് വിളിക്കുക. ക്ലിയർ? അപ്പോൾ ഓരോ ആശയങ്ങൾക്കനുസരിച്ച് മാറി വരും. ഇപ്പോൾ കുറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് നടത്തിയപ്പോൾ അതിൽ ഒരു നമ്പൂതിരി കൂടി ഉൾപ്പെട്ടിരുന്നു. നാരായണ ഗുരു നടത്തിയ മിശ്രഭോജനത്തിൽ ഒരു സവർണ മേധാവിത്വമുള്ള ഒരാൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ നടത്തിയതിലും ഒരു സവർണ മേധാവിത്വം എന്ന തരത്തിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നില്ല, ഒരു ക്ഷത്രിയൻ ഉണ്ടായിരുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം പലതരത്തിൽ നടത്തപ്പെടുന്ന ഭോജനങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 1917 മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത്. ഈ മിശ്രഭോജനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്മോപോളിറ്റൻ ഡിന്നർ. എന്താണ്? കോസ്മോപോളിറ്റൻ ഡിന്നർ. അപ്പോൾ കോസ്മോപോളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്ന സംഭവം എന്താണെന്ന് ചോദിക്കാം. എന്താണ് മിശ്രഭോജനം? കോസ്മോപോളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്ന സംഭവം എന്താണ്? മിശ്രഭോജനം. ഓക്കെ, ഇതിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും സാർവലൗകിക ഭക്ഷണം. അപ്പോൾ സാർവലൗകിക ഭക്ഷണം എന്നറിയപ്പെടുന്ന സംഭവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് കോസ്മോപോളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്ന മിശ്രഭോജനം 1917. 1917 മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. 1917 നടത്തപ്പെട്ട മിശ്രഭോജനത്തിൻ്റെ മറ്റൊരു പേര് കോസ്മോപോളിറ്റൻ ഡിന്നർ. എന്താണ്? കോസ്മോപോളിറ്റൻ ഡിന്നർ അഥവാ സാർവലൗകിക ഭക്ഷണം. ഓക്കെ, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഈ ഭൂമിയിൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം, അത്രയേ ഉള്ളൂ. സാർവലൗകിക ഭക്ഷണം അഥവാ കോസ്മോപോളിറ്റൻ ഡിന്നർ. ഈ കോസ്മോപോളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്ന സംഭവം എന്താണ്? മിശ്രഭോജനമാണ്. ഏത് വർഷം? 1917. ഈ മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകനാരാ? സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, ഈ സഹോദരൻ അയ്യപ്പൻ ഇത് സംഘടിപ്പിച്ചപ്പോൾ 12 പേർ ഒപ്പുവെച്ച നോട്ടീസ് പ്രദർശിപ്പിച്ചു. എത്ര പേരാ? 12 പേർ ഒപ്പുവെച്ച നോട്ടീസ് പ്രദർശിപ്പിച്ച സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിശ്രഭോജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ മിശ്രഭോജനം എന്ന് എടുത്തു പറയുന്നത് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മിശ്രഭോജനം എന്നറിയപ്പെടുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. 12 പേര് എന്ത് ചെയ്യുന്നു? ഒപ്പുവെക്കുന്നു. എത്ര പേര് ഒപ്പുവെക്കുന്നു? 12 പേര് ഒപ്പുവെച്ച നോട്ടീസ് പ്രദർശിപ്പിച്ച സംഭവം എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കാം. ഇപ്പം നിങ്ങൾ എഴുതണ്ട, ഞാൻ പിന്നീട് നോട്ട് തരാം. ഓക്കെ, അപ്പോൾ 12 പേര് ഒപ്പുവെച്ച നോട്ടീസ് പ്രദർശിപ്പിച്ച സംഭവം എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? മിശ്രഭോജനവുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ? അപ്പോൾ 12 പേര് ഒപ്പുവെച്ച നോട്ടീസ് പ്രദർശിപ്പിച്ച സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായി ബന്ധപ്പെട്ടതാ? മിശ്രഭോജനവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നടത്തപ്പെട്ടത് ചെറായിലുള്ള തുണ്ടിപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ്. അപ്പോൾ ചെറായിലെ തുണ്ടിപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് നടത്തപ്പെട്ട പ്രധാനപ്പെട്ട ഭോജനമാണ് മിശ്രഭോജനം എന്നറിയപ്പെടുന്നത്. എത്ര പേരാ അതിൽ നോട്ടീസിൽ ഒപ്പുവെച്ചത്? 12 പേര് നോട്ടീസിൽ ഒപ്പുവെച്ചു. എവിടെ വെച്ചാണ് നടന്നത്? ചെറായിൽ വെച്ചാണ്. ചെറായിലെ തുണ്ടിപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ്. ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? സഹോദരൻ അയ്യപ്പനാണ് നേതൃത്വം കൊടുത്തത്. ശരി, അപ്പോൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തു വെച്ചേക്കാം. 1915, 1917, 1921 കാലഘട്ടങ്ങളിൽ മിശ്രഭോജനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മിശ്രഭോജനം 1915 ആരാ? ശ്രീനാരായണ ഗുരു. 1917 ആരാ? സഹോദരൻ അയ്യപ്പൻ. 1917 ആരാ? സഹോദരൻ അയ്യപ്പൻ. 1921 ആരാ?
കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ ഈ 3 പേര് മിശ്രഭോജനം നടത്തിയിട്ടുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. എന്നാൽ ചെറായിലെ തുണ്ടിപ്പറമ്പിൽ വെച്ച് 12 പേര് ഒപ്പുവെച്ച നോട്ടീസ് പ്രദർശിപ്പിച്ച സംഭവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? മിശ്രഭോജനവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈ മിശ്രഭോജനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്മോപോളിറ്റൻ ഡിന്നർ. എന്താണ് കോസ്മോപോളിറ്റൻ ഡിന്നർ? അല്ലെങ്കിൽ സാർവലൗകിക ഭക്ഷണം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഓർത്തു വെച്ചേക്കുക. ഇതിൽ പങ്കെടുത്തിരുന്നവരെ സവർണർ വിളിച്ചിരുന്ന പേര് പുലച്ചോറ് ഉണ്ടവന്മാർ എന്നാണ്. പുലച്ചോറ് ഉണ്ടവന്മാർ. ഇപ്പൊ സവർണർ വിളിച്ചിരുന്നത് പുലച്ചോർ ഉണ്ടവന്മാർ എന്നാണ്. കാലാന്തരത്തിൽ ആ പേര് ലോപിച്ച് പുലച്ചോനന്മാർ എന്നായി മാറി. ക്ലിയർ? അപ്പോൾ ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അന്ന് അക്കാലത്തെ സവർണർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തിരുന്നവരെ വിളിച്ചിരുന്നത് എല്ലാവർക്കും കഴിക്കാൻ പറ്റും എന്ന് കാലാന്തരത്തിൽ നമ്മൾ ചരിത്രപരമായി രേഖപ്പെടുത്തിയ കോസ്മോപോളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്ന ഭക്ഷണം കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സവർണർ അവരെ വിളിച്ചിരുന്നത് എന്താണ്? പുലച്ചോർ ഉണ്ടവന്മാർ എന്നാണ്. കാര്യം അതിൽ ബഹുഭൂരിപക്ഷവും ഉള്ളതും പുലയന്മാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുലയർക്കൊപ്പമാണല്ലോ ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ ആ പുലയർക്കൊപ്പം ഇരുന്ന് കഴിച്ചത് കൊണ്ട് ആ ഭക്ഷണം പുലച്ചോറായി മാറി. അപ്പോൾ പുലച്ചോറുണ്ടവന്മാർ എന്ന വിശേഷണം അവരിലേക്ക് ചാർത്തി കിട്ടുന്നതിന് കാരണമായി, സവർണർ അവർക്ക് ചാർത്തി കൊടുക്കുന്നതിന് കാരണമായി. കാലാന്തരത്തിൽ ഇതിൻ്റെ പേര് പുലച്ചോനന്മാർ എന്നായി. അപ്പോൾ ഭക്ഷണം കഴിച്ചത് എന്തായി? പുലച്ചോനന്മാർ എന്നായി. ക്ലിയർ? അപ്പോൾ പുലച്ചോറുണ്ടവന്മാർ എന്ന ലോപിച്ചെന്തായി? പുലച്ചോനന്മാർ എന്നായി. ക്ലിയർ? അപ്പോൾ പുലച്ചോനന്മാർ എന്നറിയപ്പെടുന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിച്ചവരെയാണ്? മിശ്രഭോജനവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിച്ചിരുന്നവരെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് പുലച്ചോനന്മാർ അല്ലെങ്കിൽ പുലച്ചോറുണ്ടവന്മാർ എന്നറിയപ്പെടുന്നത്. ക്ലിയർ? ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. പുലയ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളായിരുന്നു അതിൽ കൂടുതൽ. കാര്യം അധസ്ഥിതരായിരുന്നവരെ സമുദ്ധരിക്കുക എന്നതായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം ലക്ഷ്യം എന്നറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുലയ ജാതിക്കാരിൽപ്പെട്ട ഒരുപാട് പേര്, അക്കാലത്ത് പുലയർ എന്നറിയപ്പെട്ട മാറ്റി നിർത്തപ്പെട്ടിരുന്ന സമുദായ അംഗങ്ങൾ തീർച്ചയായും പങ്കെടുക്കും. അതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ ഒരു പേരിട്ട് വിളിച്ചു, പുലയനയ്യപ്പൻ. ക്ലിയർ? പണ്ട് കാലത്ത് ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് സർവ്വസ്വാഭാവികമായ കാര്യമായിരുന്നു. അതിൽ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാവുന്ന കാര്യം എന്നറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടതാണ്. പുലയൻ മത്തായി, പറയൻ മത്തായി, പറയൻ യോഹന്നാൻ എന്നൊക്കെ അദ്ദേഹത്തെ വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട്, അദ്ദേഹം മതം മാറിയ ശേഷവും. അപ്പോൾ പണ്ട് കാലത്ത് ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക, വിവിധ ജാതികളുടെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുക, ചണ്ടാളൻ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുക, ഇതെല്ലാം സർവ്വസാധാരണമായിരുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ ഈ സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമല്ലാത്ത ആ സാഹചര്യമാണ് സഹോദരൻ അയ്യപ്പനും അക്കാലത്ത് നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തിനെ ആ സമയത്ത് വിളിച്ചിരുന്ന പേരെന്നറിയപ്പെടുന്നത് എന്തെന്നാണ്? പുലയനയ്യപ്പൻ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് സഹോദരൻ അയ്യപ്പൻ എന്ന പേര് വരാൻ കാരണമെന്ന് നമുക്ക് പിന്നീട് പറയാം. ആദ്യം നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിന് പുലയനയ്യപ്പൻ എന്ന് പേര് വരാൻ കാരണം എന്തുകൊണ്ട് എന്നാണ്. ഇനി അടുത്തത്, ഇദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിയിരുന്നു. വിദ്യാഭ്യാസപരമായി ഇദ്ദേഹം ജനങ്ങളെ സമുദ്ധരിക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാസ്റ്റർ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. അയ്യപ്പൻ മാസ്റ്റർ എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പ്രധാനപ്പെട്ട കാര്യം എന്നറിയപ്പെടുന്നത് അദ്ദേഹം വിദ്യാഭ്യാസപരമായി ജനങ്ങളെ സമുദ്ധരിക്കാൻ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ബഹുമാനാർത്ഥം വിളിച്ചിരുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? മാസ്റ്റർ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. സഹോദരൻ അയ്യപ്പനാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അടുത്ത, സഹോദരൻ അയ്യപ്പൻ ജനിച്ച വർഷം 1889 ഓഗസ്റ്റ് മാസം 21-ാം തീയതി. എവിടെ? എറണാകുളം ജില്ലയിലെ വൈപ്പിനടുത്തുള്ള ചിറായിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കുമ്പളത്തു പറമ്പിൽ കൊച്ചാവ് വൈദ്യൻ എന്നാണ്. മാതാവിൻ്റെ പേര് ഉണ്ണൂലി എന്നാണ്. അടുത്തത്, ഭാര്യയുടെ പേര് നമ്മൾ പറഞ്ഞു E.A. പാർവതി എന്നാണ്. ഇദ്ദേഹമാണ് മാവേലി നാട് വാണിയിടും കാലം എന്നറിയപ്പെടുന്ന കൃതിയുടെ രചയിതാവ് എന്ന് കരുതപ്പെടുന്നു. അടുത്തത്, ഇദ്ദേഹം 1917 മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ്. 1921 മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. 1915 പുലയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. അടുത്ത പറഞ്ഞു പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ
അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. ആരാ? സഹോദരൻ അയ്യപ്പനാണ്. അടുത്തത് സാർവലൗകിക ഭക്ഷണം എന്നറിയപ്പെടുന്ന സംഭവത്തിൻ്റെ പേരെന്താണ്? സാർവലൗകിക ഭക്ഷണത്തിൻ്റെ മറ്റൊരു പേരാണെന്ത്? കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഓർത്തു വെച്ചേക്കുക, 12 പേര് ഒപ്പുവെച്ച സംഭവം. 12 പേര് ഒപ്പുവെച്ച സംഭവം എന്തുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാം. 12 പേര് ഒപ്പുവെച്ച നോട്ടീസ് പ്രദർശിപ്പിച്ച സംഭവം ഏതാണ്? നമ്മുടെ കോസ്മോപൊളിറ്റൻ ഡിന്നറാണ്, അല്ലെങ്കിൽ എന്താണ്? സാർവലൗകിക ഭക്ഷണമാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ മിശ്രഭോജനം എന്നറിയപ്പെടുന്ന സംഭവം ഓർത്തു വെച്ചേക്കുക. ഇത് നടന്നത് ചെറായിലാണ്, തുണ്ടിപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം എന്ത് ചെയ്യുന്നത്? അരങ്ങേറുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഓർത്തു വെച്ചേക്കുക, നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത സംഭവം നോക്കാം. 1917 ഒരു പ്രധാനപ്പെട്ട ലോക ചരിത്ര സംഭവം നടക്കുന്നുണ്ട്. അതെന്താണ്? അതിൻ്റെ പേരാണ് റഷ്യൻ വിപ്ലവം. എന്താണ്? റഷ്യൻ വിപ്ലവം. ഓക്കെ, അപ്പോൾ റഷ്യൻ വിപ്ലവം നടന്നത് എന്നാണ്? 1917. ഈ 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ അനുരണനങ്ങൾ കേരളത്തിലും ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം അരങ്ങേറുകയും ചെയ്തു. അതാണ് മിശ്രഭോജനം. ഓക്കെ, അപ്പം മിശ്രഭോജനം നടത്താനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്? റഷ്യൻ വിപ്ലവത്തിൻ്റെ എന്താണ്? അനുരണനങ്ങളാണ്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ അനുരണനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ചരിത്രപരമായ സംഭവമാണ് എന്നറിയപ്പെടുന്നത് മിശ്രഭോജനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ മിശ്രഭോജനം എന്നറിയപ്പെടുന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലമായി കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ടൊരു സംഭവമായി ബന്ധപ്പെട്ടതാണ്. അതെന്താണ്? നമ്മുടെ എന്താണ്? മിശ്രഭോജനവുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ? പ്രീതി ഭോജനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചതാണ്. ഓക്കെ, നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്? മിശ്രഭോജനമാണ്. 1917 നടത്തിയ മിശ്രഭോജനത്തെക്കുറിച്ചാണ്. 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്ത് ചെയ്യപ്പെടുന്നത്? നടത്തപ്പെടുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇതൊക്കെ സ്ഥാപിക്കപ്പെടുന്നതെങ്കിൽ, ഈ സംഭവമൊക്കെ നടത്തപ്പെടുന്നുണ്ട് എങ്കിലും ഇദ്ദേഹം ഒരു ലേഖനം, പ്രധാനപ്പെട്ട ലേഖനം എഴുതി. മിശ്രഭോജനവുമായി ബന്ധപ്പെട്ടൊരു ലേഖനം എഴുതി. ഈ ലേഖനം അക്കാലത്തെ പ്രസിദ്ധമായിരുന്ന പത്രമായ മിതവാദി എന്നറിയപ്പെടുന്ന പത്രത്തിൽ അച്ചടിക്കാൻ കൊടുക്കുകയും ആ ലേഖനം നിരസിക്കുകയും ചെയ്തു. ആ പത്രം നിരസിക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 1917 റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ത് ചെയ്യുന്നു? അരങ്ങേറുന്നു. അത് കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. അതെന്താണത്? കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവമാണ് മിശ്രഭോജനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ അനുരണനങ്ങൾ കേരളത്തിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ സംഭവമാണ് മിശ്രഭോജനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1917 ആ സംഭവം നടക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കാം. 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട ലേഖനം സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എങ്കിലും അത് ഒരു പ്രധാനപ്പെട്ട പത്രമായിരുന്നു. മിതവാദി പത്രത്തിൽ അച്ചടിക്കാൻ അത് കൂട്ടാക്കിയില്ല. നമുക്കറിയാം 1910 ഒരു പ്രധാനപ്പെട്ട പത്രം നിരോധിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അത് സ്വദേശാഭിമാനി എന്നറിയപ്പെടുന്ന പത്രം നിരോധിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായും രാജകൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ രാജകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്നറിയപ്പെടുന്നത് ഈ മിശ്രഭോജനം എന്നറിയപ്പെടുന്ന പരിപാടി. അപ്പോൾ ഈ മിശ്രഭോജനം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ലേഖനം എഴുതുക എന്ന് പറയുന്നത്, മിശ്രഭോജനവുമായിട്ട് ബന്ധപ്പെട്ട ലേഖനമാണ് തള്ളിക്കളഞ്ഞത്. മിതവാദി എന്നറിയപ്പെടുന്ന പത്രം എന്തിനെ സപ്പോർട്ട് ചെയ്ത പത്രമാണ്? റഷ്യൻ വിപ്ലവത്തെ സപ്പോർട്ട് ചെയ്ത പത്രമാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. അപ്പോൾ മിതവാദി പത്രം ആ ലേഖനം എന്ത് ചെയ്യുന്നു? തള്ളിക്കളയും. എന്തുമായി ബന്ധപ്പെട്ടതാണ് തള്ളിക്കളയുന്നത്? നമ്മുടെ മിശ്രഭോജനവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് തള്ളിക്കളയുന്നത്. അപ്പോൾ ഇങ്ങനെ തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കാരൻ ഒരു പ്രധാനപ്പെട്ട പത്രത്തിന് രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആശയം എന്ത് ചെയ്തു? രൂപീകരിച്ചു. അതേ വർഷം തന്നെ 1917 അദ്ദേഹം ലേഖനം എഴുതി. അതേ വർഷം തന്നെ അദ്ദേഹം ഒരു സംഘടനയ്ക്ക് രൂപം നൽകാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. അതാണ് സഹോദര സംഘം എന്നറിയപ്പെടുന്നത്. സഹോദര സംഘത്തിന് വേണ്ടിയിട്ട് ഒരു മുഖപത്രമുണ്ടായി. മുഖപത്രത്തിൻ്റെ പേരാണ് സഹോദരൻ പത്രം. ഇത് മൂന്നും സംഭവിക്കുന്നത് 1917 അപ്പോൾ സഹോദരൻ പത്രം ആരംഭിച്ചതും സഹോദര സംഘം ആരംഭിച്ചതും സഹോദരൻ അയ്യപ്പനായി മാറിയതും 1917 കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ മിതവാദി എന്നറിയപ്പെടുന്ന പത്രത്തിൽ തൻ്റെ ലേഖനം അച്ചടിക്കാൻ കൂട്ടാക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായി സഹോദര സംഘം ആരംഭിച്ചു. സഹോദര സംഘം ആരംഭിക്കുമ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. അധസ്ഥിതർക്ക് വേണ്ടിയുള്ള പത്രമായ മിതവാദിയിൽ അധസ്ഥിതനായ സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന എനിക്ക് പോലും
ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ സഹോദര സംഘം എന്നറിയപ്പെടുന്ന ഒരു സംഘം രൂപീകരിക്കുന്നതാണ് ഉചിതമായ തീരുമാനം, കാലഘട്ടത്തിനനുസൃതമായ ഉചിതമായ തീരുമാനം എന്നാണ് സഹോദരനയ്യപ്പൻ തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1917 സഹോദര സംഘം ആരംഭിക്കുന്നു. സഹോദര സംഘത്തിന് ഒരു മുഖപത്രം ഉണ്ടാകുന്നു, സഹോദരൻ പത്രം. മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന ആശയമാണ് എന്തിനുണ്ടായിരുന്നത്? സഹോദരൻ പത്രത്തിനുണ്ടായിരുന്നത്. അപ്പോൾ സഹോദരൻ പത്രം ആരംഭിക്കുന്നത് 1917 ഇദ്ദേഹത്തിന് 3 പേരുകൾ വരാൻ കാരണം എന്താണെന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സഹോദരനയ്യപ്പൻ എന്ന പേര് വരാൻ കാരണം സഹോദര സംഘം രൂപീകരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ സഹോദരൻ പത്രം ആരംഭിച്ചതുകൊണ്ടാണ്. വർഷം 1917 1917 സഹോദര സംഘം എന്നറിയപ്പെടുന്ന പത്രം എന്ത് ചെയ്യപ്പെടുന്നത്? സ്ഥാപിതമാക്കപ്പെടുന്നത്. നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു, ക്ലിയർ ആണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഓർത്ത് വെച്ചേക്കാം, സഹോദരനയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത പ്രധാനപ്പെട്ട പ്രത്യേകത എന്നറിയപ്പെടുന്നത് 1917 തന്നെ ഇദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കൃതി രചിക്കുന്നുണ്ട്. കൃതിയുടെ പേര് സയൻസ് ദശകം. എന്താണ്? സയൻസ് ദശകം. അപ്പോൾ സയൻസ് ദശകം എന്നറിയപ്പെടുന്ന കൃതിയുടെ രചയിതാവ് ആരാണെന്ന് ചോദിക്കാം. സയൻസ് ദശകം എന്നറിയപ്പെടുന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സയൻസ് ദശകം എന്നറിയപ്പെടുന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. രചിക്കപ്പെട്ട വർഷം 1917. ഓക്കെ, 1917 സയൻസ് ദശകം എന്നറിയപ്പെടുന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ശ്രദ്ധിച്ചേക്കുക, സയൻസ് ദശകം 1917 രചിച്ച നവോത്ഥാന നായകൻ ആരാ? സഹോദരൻ അയ്യപ്പൻ. 1917 സയൻസ് ദശകം എന്നറിയപ്പെടുന്ന ഒരു കൃതി രചിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഏതിന് ബദലായിട്ട്? ദൈവദശകത്തിന് ബദലായിട്ട്. ഓക്കെ, അപ്പോൾ ദൈവദശകത്തിന് ബദലായി സയൻസ് ദശകം രചിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ദൈവദശകം രചിക്കപ്പെട്ട വർഷം 1914 ആരാണ് രചിച്ചത്? ശ്രീനാരായണ ഗുരുവാണ് രചിച്ചത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവാണ് എന്ത് രചിച്ചത്? ദൈവദശകം രചിച്ചത്. അതിന് ബദലായിട്ട് രചിക്കപ്പെട്ട കൃതിയാണ് സയൻസ് ദശകം എന്നറിയപ്പെടുന്നത്. ആ കൃതി തുടങ്ങുന്നത് എങ്ങനെയാണ്? കോടി സൂര്യന്മാരുദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്ന് സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ. കോടി സൂര്യന്മാരുദിച്ചാലും, ആ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. കോടി സൂര്യന്മാർ, ഇവിടെ കോടി സൂര്യന്മാർ എന്ന് അറിയപ്പെടുന്നത് കേരളത്തിൽ വന്നുപോയ അല്ലെങ്കിൽ അന്ന് അക്കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വന്നുപോയ നവോത്ഥാന നായകന്മാരെ മുഴുവൻ പേരെയും ഉദ്ധരിച്ചുകൊണ്ടാണ് കോടി സൂര്യന്മാർ. അപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം, ശ്രീനാരായണ ഗുരുവിനെ സൂര്യൻ എന്ന് വിശേഷിപ്പിച്ച കൃതി ഏതാണ്? അല്ലെങ്കിൽ സൂര്യൻ എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാ? സഹോദരൻ അയ്യപ്പൻ. ഏത് കൃതിയിലൂടെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? സയൻസ് ദശകം. പെട്ടെന്ന് നമുക്ക് അങ്ങനെ എഴുതാൻ വളരെ പാടായിരിക്കും. സയൻസ് ദശകം എന്ന് പറയുന്നൊരു കൃതി സഹോദരൻ അയ്യപ്പൻ രചിച്ചതാണ്. അതിലാണ് ശ്രീനാരായണ ഗുരുവിനെ സൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത്. അതുമാത്രമല്ല, കേരള PSC നമ്മളോട് ചോദിക്കുകയാണ്, ഇനി വരുന്ന ചോദ്യമായിട്ട് ചോദിക്കുകയാണ് എന്ന് വെച്ചോ, കേരള നവോത്ഥാന നായകന്മാരിലെ അല്ലെങ്കിൽ നവോത്ഥാന നായകരെ സൂര്യൻ എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ക്ലിയർ? അപ്പോൾ 1917 സയൻസ് ദശകം രചിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. സഹോദരൻ അയ്യപ്പനാണ്. 1914 ദൈവദശകം രചിക്കുന്നത്. ദൈവദശകത്തിന് ബദലായി അല്ലെങ്കിൽ അതിന് എതിരായി സഹോദരൻ അയ്യപ്പൻ രചിച്ച കൃതിയുടെ പേരാണ് സയൻസ് ദശകം. ഓക്കെ, എഴുതി 1889 ഓഗസ്റ്റ് മാസം 21 ജനനം. സഹോദരൻ അയ്യപ്പൻ 1889 ഓഗസ്റ്റ് മാസം 21 ജനനം. പിതാവ് കുമ്പളത്തുപറമ്പിൽ കൊച്ചാവ് വൈദ്യൻ. മാതാവ് ഉണ്ണൂലി ഭാര്യ E.A. പാർവതി. ജനനസ്ഥലം ചിറായി, വൈപ്പിൻ, എറണാകുളത്തെ വൈപ്പിനടുത്തുള്ള ചിറായി ജനനം.
അറിയപ്പെടുന്ന പേരുകൾ അയ്യപ്പൻ മാസ്റ്റർ, പുലയൻ അയ്യപ്പൻ, അയ്യപ്പൻ മാസ്റ്റർ, പുലയൻ അയ്യപ്പൻ. ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകൻ. 1917 മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകൻ. ഇതിൻ്റെ തൊട്ട് താഴെ 1915 ശ്രീനാരായണ ഗുരു പുലയ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് 1915 ശ്രീനാരായണ ഗുരു പുലയ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് 1921 കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മിശ്രഭോജനം നടത്തി. 1921 കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മിശ്രഭോജനം സംഘടിപ്പിച്ചു. അടുത്തത് ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സിലിട്ട് വരച്ചേക്കേണ്ടത് മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ, പി കെ ചാത്തൻ മാസ്റ്റർ. മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പി കെ ചാത്തൻ മാസ്റ്റർ. തൊട്ട് താഴെ മാസ്റ്റർ ദ എന്നറിയപ്പെടുന്നത് സൂര്യ സെൻ. അടുത്തത് 1917 മിശ്രഭോജനം സംഘടിപ്പിക്കപ്പെട്ടത് അത് ഏത് ദിവസമാണെന്ന് പറഞ്ഞില്ലല്ലോ. മെയ് മാസം 29-നാണ് കേട്ടോ. മെയ് മാസം 29-നാണ് സംഘടിപ്പിക്കപ്പെട്ടത്. 1917 മെയ് മാസം 29-ന് സംഘടിപ്പിക്കപ്പെട്ട സംഭവമാണെന്നറിയപ്പെടുന്നത് മിശ്രഭോജനം എന്നറിയപ്പെടും. 1917 മെയ് മാസം 29-ന് സംഘടിപ്പിക്കപ്പെട്ടു. കോസ്മോപോളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്ന സംഭവം. അടുത്തത് അത് തൊട്ട് താഴെ സാർവലൗകിക ഭക്ഷണം എന്നറിയപ്പെടുന്ന സംഭവം. എന്താണ് ആ സംഭവം? കോസ്മോപൊളിറ്റൻ ഡിന്നർ അഥവാ മിശ്രഭോജനം. 12 പേർ ഒപ്പുവെച്ച നോട്ടീസ് പ്രദർശിപ്പിച്ച സംഭവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? 12 പേർ ഒപ്പുവെച്ച നോട്ടീസ് പ്രദർശിപ്പിച്ച സംഭവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? മിശ്രഭോജനം. മിശ്രഭോജനത്തിൽ പങ്കെടുത്തിരുന്നവർ അറിയപ്പെട്ടിരുന്നത് പുലച്ചോറുണ്ടവന്മാർ എന്ന് പറഞ്ഞതാണ് പിന്നെ എന്തായത്? പുലച്ചോനന്മാരായത്. സഹോദരനയ്യപ്പനെ പുലയനയ്യപ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കാരണമായ സംഭവം. മിശ്രഭോജനം. അടുത്തത് 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലമായി
റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലമായി കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രധാന സംഭവം. കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രധാന സംഭവം മിശ്രഭോജനം. 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 മിശ്രഭോജനം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ചെറായി, വൈപ്പിൻ, തുണ്ടിപ്പറമ്പ്. ഓക്കെ. അടുത്തത് 1917 സഹോദര സംഘമുണ്ടാക്കിയ നവോത്ഥാന നായകൻ. 1917 സഹോദര സംഘം രൂപീകരിച്ച നവോത്ഥാന നായകൻ. സഹോദര സംഘം രൂപീകരിച്ച നവോത്ഥാന നായകൻ. സഹോദര സംഘത്തിൻ്റെ മുഖപത്രം. സഹോദര സംഘത്തിൻ്റെ മുഖപത്രം. സഹോദര സംഘത്തിൻ്റെ മുഖപത്രം. സഹോദരൻ. സഹോദരൻ 1917. സഹോദരൻ പത്രത്തിൻ്റെ മുഖപത്രം, ആപ്തവാക്യം. സഹോദരൻ പത്രത്തിൻ്റെ ആപ്തവാക്യം മനുഷ്യരെല്ലാം സഹോദരന്മാരാകും. സഹോദരരാകുന്നു. മനുഷ്യരെല്ലാം സഹോദരരാകുന്നു. മനുഷ്യരെല്ലാം സഹോദരരാകും. അടുത്തത് 1917 ദൈവദശകത്തിന് ബദലായി സയൻസ് ദശകം രചിച്ച നവോത്ഥാന നായകൻ. ദൈവദശകത്തിന് ബദലായി സയൻസ് ദശകം രചിച്ച നവോത്ഥാന നായകൻ. ദൈവദശകത്തിന് ബദലായി സയൻസ് ദശകം രചിച്ച നവോത്ഥാന നായകൻ. സയൻസ് ദശകം രചിച്ച നവോത്ഥാന നായകൻ. ദൈവദശകം രചിച്ചത് ശ്രീനാരായണ ഗുരു 1914. ദൈവദശകം രചിച്ചത് ശ്രീനാരായണ ഗുരു 1914. ശ്രീനാരായണ ഗുരുവിനെ ബ്രാക്കറ്റിൽ കേരള നവോത്ഥാന നായകരെ. ശ്രീനാരായണ ഗുരുവിനെ ബ്രാക്കറ്റിൽ നവോത്ഥാന നായകരെ. നാരായണ ഗുരുവിനെ മാത്രമല്ല, ബാക്കിയുള്ള നവോത്ഥാന നായകന്മാരെ കൂട്ടുകയാണ് പറയുന്നത്. സൂര്യൻ എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ. സൂര്യൻ എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ. സഹോദരനയ്യപ്പൻ. വിശേഷിപ്പിക്കപ്പെട്ട കൃതി സയൻസ് ദശകം. വിശേഷിപ്പിക്കപ്പെട്ട കൃതി സയൻസ് ദശകം. സയൻസ് ദശകം. അടുത്തത് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ നോക്കിയോ. ഇദ്ദേഹം കുറച്ച് അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത് ഇദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളിലൊന്ന് എന്നറിയപ്പെടുന്നത് ജാതി വിധിക്കുന്നു, ജാതി സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താനേ ഹിന്ദുമതം എന്നാണ്.
അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഹിന്ദു മതത്തിലുണ്ടായിരുന്ന ജാതീയത എന്നറിയപ്പെടുന്ന, ആദ്യകാലങ്ങളിലും എക്കാലവും എമ്പാടും നിലനിന്നിരുന്ന ആ ജാതീയത എന്നറിയപ്പെടുന്ന ആ വലിയ പ്രശ്നത്തെ, ആ വലിയ ഒരു അപകടത്തെ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ജാതി വിധിക്കുന്നു, ജാതി സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താനേ ഹിന്ദുമതം. ക്ലിയർ. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട വാക്കുകൾ ഇങ്ങനെയാണ്: ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് നേർവിപരീതമായ കാഴ്ചപ്പാടാണ് ആർക്കുണ്ടായിരുന്നത്? സഹോദരൻ അയ്യപ്പനുണ്ടായിരുന്നത്. അപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ വാക്കുകൾ ആരുടേതാണ്? നമ്മുടെ സഹോദരൻ അയ്യപ്പൻ്റേതാണ്. അടുത്തത് ആചാരങ്ങളെല്ലാം ദൈവത്തെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം ചെയ്യും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനുമാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ ജാതി വിധിക്കുന്നു, ജാതി സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താനേ ഹിന്ദുമതം എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. ആചാരങ്ങളെല്ലാം ദൈവത്തെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഓർത്തു വെച്ചേക്കുക: കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ. കർമ്മത്താൽ ബ്രാഹ്മണൻ. ഇത് ആരുടെ വാക്കുകളാണ്? സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണ്. അടുത്തത് സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. ഈ വാക്കുകൾ ആരുടേതാണ് എന്ന് ചോദിക്കാം. ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന പ്രസിദ്ധമായ വാക്ക് ആരുടേതാണ്? വാക്കുകൾ ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റേതാണ്. അടുത്തത് ജാതി വിധിക്കുന്നു, ജാതി സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താനേ ഹിന്ദുമതം. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ വാക്കുകളാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകൾ. ആചാരങ്ങളെല്ലാം ദൈവത്തെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ്. ക്ലിയറാണ്? ഓക്കെ, അതെഴുതാം. എഴുതിക്കോ. ജാതി വിധിക്കുന്നു, ജാതി വിധിക്കുന്നു, ജാതി വിധിക്കുന്നു, ജാതി സ്ഥാപിക്കുന്നു, ജാതി സ്ഥാപിക്കുന്നു, ജാതി സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താനേ ഹിന്ദുമതം, ജാതി താനേ ഹിന്ദുമതം എന്ന് പ്രസ്താവിച്ച നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. എന്ന് പ്രസ്താവിച്ച നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. അടുത്തത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ. അടുത്തത് ആചാരങ്ങളെല്ലാം ദൈവത്തെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ, ആചാരങ്ങളെല്ലാം ദൈവത്തെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ, ആചാരങ്ങളെല്ലാം ദൈവത്തെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു, ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ.
സഹോദരനയ്യപ്പൻ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരനയ്യപ്പൻ. അടുത്തത് കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. അടുത്തത് സ്വതന്ത്രമായി ചിന്തിക്കുക, സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. സഹോദരനയ്യപ്പൻ പ്രഖ്യാപിച്ചത് സഹോദരനയ്യപ്പൻ. അടുത്തത് ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് പറഞ്ഞത്. പെട്ടെന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ എഴുതിയതിൽ? നോട്ട് ഫില്ല് ചെയ്തോ? നോട്ട് എഴുതി ഫില്ല് ചെയ്തെങ്കിൽ അടുത്ത കാര്യത്തിലോട്ട് പോവാം. ഓക്കെ, ഇനി അടുത്തത് സഹോദരനയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വർഷം 1928. അപ്പോൾ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് സഹോദരനയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വർഷം 1928. ഓക്കെ, അപ്പോൾ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് സഹോദരനയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വർഷം 1928. ഇതേ വർഷം തന്നെ ഇദ്ദേഹം ആരംഭിച്ച പത്രത്തിൻ്റെ പേരാണ് യുക്തിവാദി. എന്താണ്? യുക്തിവാദി. മലയാളത്തിലെ ആദ്യത്തെ യുക്തിവാദ പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? യുക്തിവാദി. നിരീശ്വരവാദ യുക്തിവാദി പത്രം എന്നറിയപ്പെടുന്ന യുക്തിവാദിയാണ്. വർഷം 1928. അതേ വർഷം തന്നെയാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ആര് തിരഞ്ഞെടുക്കപ്പെടുന്നത്? സഹോദരനയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. കൃത്യമായി ഓർത്തു വെച്ചേക്കുക. ഇനി യുക്തിവാദി പത്രത്തിന് ഒരു ആപ്തവാക്യമുണ്ട്. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതില്ലാതൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണെന്ന് ചോദിക്കാം. ഏതിൻ്റെ ആപ്തവാക്യമാണ്? യുക്തിവാദി പത്രത്തിൻ്റെ ആപ്തവാക്യമാണ് എന്നറിയപ്പെടുന്നത്. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതില്ലാതൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നറിയപ്പെടുന്നത്. അത് രൂപീകരിക്കപ്പെട്ട വർഷം ഓർത്തു വെച്ചേക്കാം. 1928. അപ്പോൾ 1928 എന്ത് രൂപീകരിക്കപ്പെടുന്നത്? യുക്തിവാദി പത്രം എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ സഹോദരനയ്യപ്പനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. സഹോദരനയ്യപ്പനാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് സഹോദരനയ്യപ്പനാണ്. അടുത്തത് കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? ഇദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘമായിട്ടുള്ള ആദിവൈപ്പിൻ തൊഴിലാളി സംഘത്തിന് രൂപം നൽകിയത്. അപ്പോൾ ആദിവൈപ്പിൻ തൊഴിലാളി സംഘം രൂപീകരിച്ചത് ആരാണ് ചോദിക്കാം. ആരാണ്? സഹോദരനയ്യപ്പനാണ്. ആദിവൈപ്പിൻ തൊഴിലാളി സംഘത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന സഹോദരനയ്യപ്പനാണ്. അപ്പോൾ കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് സഹോദരനയ്യപ്പനാണ്. അതുപോലെ തന്നെ കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരനയ്യപ്പനാണ്. ഇനി ഒരു കാര്യം പഠിച്ചു വെച്ചേക്കാം. പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പ്രസംഗ കലയുടെ പിതാവ് ആരെന്ന് ചോദിക്കാം.
ഡയസ്തനീസ്. ആരാണ്? ഡയസ്തനീസ് ആണ് എന്തിൻ്റെ പിതാവ്? പ്രസംഗകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് 1928 അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു. 1928 തന്നെ അദ്ദേഹം പുറത്തിറക്കിയ പത്രത്തിൻ്റെ പേരാണ് യുക്തിവാദി. മലയാളത്തിലെ ആദ്യത്തെ യുക്തിവാദി നിരീശ്വരവാദി പത്രത്തിൻ്റെ പേരെന്ത് തന്നെയാണ്? യുക്തിവാദി എന്നാണ്. അതിൻ്റെ ആപ്തവാക്യം ഇങ്ങനെയാണ്: യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതില്ലാതൊന്നും ലോകവിജ്ഞാന രാശിയിൽ. 1933 അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വനിതാ മാസികയ്ക്ക് രൂപം നൽകി. വനിതാ മാസികയുടെ പേര് ഓർത്തു വെച്ചേക്കുക, സ്ത്രീ എന്നാണ്. സ്ത്രീ. അപ്പോൾ സ്ത്രീ എന്നറിയപ്പെടുന്ന മാസിക 1933 സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ 1933 വനിതാ മാസികയായിട്ടുള്ള സ്ത്രീ ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അതിൻ്റെ പത്രാധിപയായിരുന്നത് E.A. പാർവതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു E.A. പാർവതി ആരുടെ ഭാര്യയാണ്? സഹോദരൻ അയ്യപ്പൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ആ സഹോദരൻ അയ്യപ്പൻ്റെ ഭാര്യയായിട്ടുള്ള E.A. പാർവതി പത്രാധിപയായിട്ടുള്ള പത്രമായിരുന്നു എന്തെന്നറിയപ്പെടുന്നത്? സ്ത്രീ എന്നറിയപ്പെടുന്ന പത്രം. ക്ലിയറാണ്. അപ്പോൾ 1933 വനിതാ മാസികയായിട്ടുള്ള സ്ത്രീ ആരംഭിച്ചത്. ഓർത്ത് വെച്ചേക്കുക, ആരുടെ ആദ്യ കഥയാണ് സ്ത്രീ എന്ന് കേരള PSC ചോദിക്കാം. അത് മാധവിക്കുട്ടിയുടെ കഥയാണ്. മാധവിക്കുട്ടി എഴുതിയ കഥയാണ്. ആദ്യത്തെ സ്ത്രീപക്ഷ കഥയാണ് സ്ത്രീ എന്നറിയപ്പെടുന്നത്. 1947 ആ കൃതി എന്ത് ചെയ്യുന്നത്? രചിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ 1900 വളരെ പ്രായം കുറഞ്ഞ പ്രായത്തിലാണ് മാധവിക്കുട്ടി ആ കൃതി എഴുതുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 1933 വനിതാ മാസിക പുറത്തിറക്കുന്നു. 1933 പുറത്തിറങ്ങിയ മാസികയുടെ പേരാണ് സ്ത്രീ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ പത്രാധിപയായിരുന്നത് E.A. പാർവതി സഹോദരൻ അയ്യപ്പൻ്റെ ഭാര്യയായിരുന്നു. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു 1928. അതേ വർഷം തന്നെ യുക്തിവാദി എന്നറിയപ്പെടുന്ന പത്രം സ്ഥാപിക്കുന്നു. യുക്തിവാദി പത്രത്തിൻ്റെ ആപ്തവാക്യം യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതില്ലാതൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നുള്ളതാണ്. അടുത്തത് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ആദ്യ വൈപ്പിൻ തൊഴിലാളി സംഘത്തിന് രൂപം നൽകിയതും സഹോദരൻ അയ്യപ്പനാണ്. എഴുതാം. ഓക്കെ, എഴുതിക്കോ. 1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1928 സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച പത്രം യുക്തിവാദി. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച പത്രം യുക്തിവാദി. അതൊരു പത്രമായിരുന്നില്ല, അതൊരു മാസികയാണ്. മാസിക യുക്തിവാദി. മലയാളത്തിലെ ആദ്യത്തെ യുക്തിവാദി നിരീശ്വരവാദി മാസിക യുക്തിവാദി. മലയാളത്തിലെ ആദ്യത്തെ യുക്തിവാദി നിരീശ്വരവാദി മാസിക യുക്തിവാദി. വർഷം 1928. എൻ്റെ എഡിറ്റർ ആര് തന്നെയായിരുന്നു? സഹോദരൻ അയ്യപ്പനായിരുന്നു. എഡിറ്റർ സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി പത്രത്തിൻ്റെ ആപ്തവാക്യം യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതില്ലാതൊന്നും ലോകവിജ്ഞാന രാശിയിൽ. അടുത്തത് കേരളത്തിലെ
കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവ് എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ. അടുത്തത്, കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. അടുത്തത്, സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച തൊഴിലാളി സംഘം ആദിവൈപ്പിൻ തൊഴിലാളി സംഘം. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയുടെ പേര്, തൊഴിലാളി സംഘടന ആദിവൈപ്പിൻ തൊഴിലാളി സംഘം. ഓക്കെ, പെട്ടെന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുക. ഓക്കെ, മുന്നേ പറഞ്ഞ ഒന്നും കൂടെ പറയണം. ശരി, മുന്നേ പറഞ്ഞത് കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവ്. കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവ് എന്നറിയപ്പെടുന്നു. അടുത്തത്, കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അടുത്തത്, പ്രസംഗകലയുടെ പിതാവ് ഡയസ്തനീസ്. പ്രസംഗകലയുടെ പിതാവ് ഡയസ്തനീസ്. പ്രസംഗകലയുടെ പിതാവ് ഡയസ്തനീസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ശരി. അടുത്ത പ്രധാനപ്പെട്ട കാര്യം നോക്കാം. ഇദ്ദേഹം കുറച്ച് രാഷ്ട്രീയപരമായ പാർട്ടികൾ കൂടി രൂപീകരിക്കുന്നുണ്ട്. ഇദ്ദേഹം ആദ്യകാലത്ത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടിയുടെ പേരാണ് നാഷണലിസ്റ്റ് പാർട്ടി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ആദ്യം പ്രവർത്തിച്ച പാർട്ടിയുടെ പേരാണ് നാഷണലിസ്റ്റ് പാർട്ടി. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയായിരുന്നു നാഷണലിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്നത്. കാലാന്തരത്തിൽ ഇദ്ദേഹം നാഷണലിസ്റ്റ് പാർട്ടി മാറ്റി സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്ന വർഷം 1928-ലാണ്. ഓക്കെ, അപ്പോൾ 38-ലാണ്, 28-ൽ ഇദ്ദേഹം എന്ത് രൂപീകരിച്ചു? സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് 1938-ലാണ്. ക്ലിയർ? 1938 ഇദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. 1948 വർഷം ഓർത്ത് വെച്ചേക്കാം. 1948 ഇദ്ദേഹം തിരുക്കൊച്ചി മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന തരത്തിലേക്ക് മത്സരിക്കുകയും പള്ളിപ്പുറത്ത് നിന്ന് മത്സരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിക്കുകയും പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാവുകയും ചെയ്യുന്നു. ഏത് വർഷമാണ്? 1948. അപ്പോൾ 1948 സഹോദരൻ അയ്യപ്പൻ പള്ളിപ്പുറം നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്തായി? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി 1948. ക്ലിയർ? അപ്പോൾ 1938 അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയുടെ പേര് ചോദിക്കാം, സോഷ്യലിസ്റ്റ് പാർട്ടി. 48 അദ്ദേഹം എന്താകുന്നു?
പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാവുന്നു. ഏത് നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്? നമ്മൾ പറഞ്ഞു പള്ളിപ്പുറം നിയോജകമണ്ഡലത്തെയാണ്. 1949 ആയപ്പോഴത്തേക്കും ഇദ്ദേഹം എന്ത് ചെയ്തു? തിരുക്കൊച്ചി മന്ത്രിസഭാംഗമായി മറക്കരുത്, തിരുക്കൊച്ചി മന്ത്രിസഭാംഗമായി മാറി. ക്ലിയർ? അപ്പോൾ 1938 ഇദ്ദേഹം സ്ഥാപിച്ച പാർട്ടിയുടെ പേരാണ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്നത്. ആദ്യം ഇദ്ദേഹം ഏത് പാർട്ടി അംഗമായിരുന്നു? നാഷണലിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു. 1948 അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. പള്ളിപ്പുറം നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. കാലാന്തരത്തിൽ 1949 ആയപ്പോഴത്തേക്കും അദ്ദേഹം എന്ത് ചെയ്തു? തിരുക്കൊച്ചിയിലെ എന്തായി മാറി? മന്ത്രിസഭാംഗമായി മാറി. PSCയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, തിരുക്കൊച്ചി മന്ത്രിസഭാംഗമായിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? സഹോദരനയ്യപ്പനാണ്. തിരുക്കൊച്ചി മന്ത്രിസഭാംഗമായിരുന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സഹോദരനയ്യപ്പനാണ്. ഇനി അടുത്തത്, അശരണരായ അശരണരായ മറ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സാധുക്കൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ആശ്രയ മന്ദിരം എന്ത് ചെയ്തു? രൂപീകരിച്ചു. ആ മന്ദിരത്തിൻ്റെ പേരാണ് ശാന്തി മന്ദിരം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം അശരണരായിട്ടുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട മന്ദിരം രൂപീകരിച്ചു, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഭവനം രൂപീകരിച്ചു, ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശാന്തി മന്ദിരം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അശരണരായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അശരണരും നിരാലംബരമായിട്ടുള്ള ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കി. ഷെൽട്ടർ ഹോമിൻ്റെ പേരാണ് ശാന്തി മന്ദിരം എന്നറിയപ്പെടുന്നത്. ക്ലിയർ? ഇനി ഇദ്ദേഹം അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഷെൽട്ടർ ഹോം പോലെ മറ്റൊന്നുണ്ടാക്കി. അതിൻ്റെ പേരാണ് ആനന്ദഭവനം. എന്താണ്? ആനന്ദഭവനം. കുട്ടികൾക്കാണ് ചോദ്യമെങ്കിൽ ആനന്ദഭവനം എന്നാണ്. അപ്പോൾ സാധുക്കളായ അതുപോലെ തന്നെ നിരാലംബരായിട്ടുള്ള അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആരംഭിച്ച ഭവനത്തിൻ്റെ പേരാണ്, അദ്ദേഹം ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ പേരാണ്, ഒരു ഷെൽട്ടർ ഹോമിൻ്റെ പേരാണ് ആനന്ദഭവനം. അതുപോലെ തന്നെ അശരണരായിട്ടുള്ള രോഗികളായിട്ടുള്ള ആരും സഹായിക്കാനില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആരംഭിച്ച മന്ദിരത്തിൻ്റെ പേരാണ് ശാന്തി മന്ദിരം എന്നറിയപ്പെടുന്നത്. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തു വെച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 1938 സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ നവോത്ഥാന നായകൻ, നാഷണലിസ്റ്റ് പാർട്ടിയിൽ ആദ്യം പ്രവർത്തകനായിരുന്ന, അതിൻ്റെ സ്ഥാപകനായിരുന്ന, അല്ലെങ്കിൽ ആദ്യം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഏത് പാർട്ടിയിലാണെന്ന് ചോദിക്കാം? നാഷണലിസ്റ്റ് പാർട്ടിയിലാണ്. 1948 അദ്ദേഹം പള്ളിപ്പുറം നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മന്ത്രിയാവുന്നു. അദ്ദേഹം മന്ത്രിയാവുന്നു. ഏത് മന്ത്രിയാവുന്നു? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാവുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാവുന്നു. 1949 അദ്ദേഹം തിരുക്കൊച്ചി മന്ത്രിസഭാംഗമായി മാറി. ഓക്കെ, എഴുതാം. സഹോദരനയ്യപ്പൻ ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പാർട്ടി, ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി നാഷണലിസ്റ്റ് പാർട്ടി. സഹോദരനയ്യപ്പൻ ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പാർട്ടി നാഷണലിസ്റ്റ് പാർട്ടി. സഹോദരനയ്യപ്പൻ 1938 സ്ഥാപിച്ച പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി. സഹോദരനയ്യപ്പൻ പള്ളിപ്പുറം നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ വർഷം 1948. കൊച്ചി മന്ത്രിസഭയിലും
കൊച്ചി മന്ത്രിസഭയിലും തിരുകൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന കേരള നവോത്ഥാന നായകൻ സഹോദരനയ്യപ്പൻ. അടുത്തത് അശരണരായ വനിതകൾക്കായി വനിതകളെന്ന് മാത്രമല്ല അതിൽ ഒട്ടുമിക്ക പ്രായം ഏറിയവരും ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട്, അശരണരായവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആരംഭിച്ച അഭയമന്ദിരം അല്ലെങ്കിൽ ഷെൽട്ടർ ഹോം, ശാന്തി മന്ദിരം. അനാഥരായ കുട്ടികളുടെ സംരക്ഷണത്തിനായി ആനന്ദഭവനം എന്ന ഷെൽട്ടർ ഹോം ഉണ്ടാക്കിയ നവോത്ഥാന നായകൻ സഹോദരനയ്യപ്പൻ. ആനന്ദഭവനം എന്നറിയപ്പെടുന്ന ഷെൽട്ടർ ഹോം രൂപീകരിച്ച നവോത്ഥാന നായകൻ. ഇനി അടുത്ത 3 പോയിന്റുകളാണ് നമുക്ക് പഠിക്കേണ്ടത് സഹോദരനയ്യപ്പനുമായി ബന്ധപ്പെട്ട്. സഹോദരനയ്യപ്പൻ മറ്റൊരു പ്രധാനപ്പെട്ട സംഘടന രൂപീകരിക്കുന്നുണ്ട്. അതാണ് വിദ്യാപോഷിണി എന്നറിയപ്പെടുന്ന സാംസ്കാരിക സംഘടന. വിദ്യാപോഷിണി എന്നറിയപ്പെടുന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. ഒന്നുകൂടെ, വിദ്യാപോഷിണി എന്നറിയപ്പെടുന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? സഹോദരനയ്യപ്പനാണ്. അടുത്തത് ശ്രീനാരായണ സേവികാ സമാജം. വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശ്രീനാരായണ സേവികാ സമാജം ഇത് രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കുക. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ശ്രീനാരായണ സേവികാ സമാജം രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാണ്? അത് സഹോദരനയ്യപ്പനാണ്. ക്ലിയർ? അപ്പോൾ ശ്രീനാരായണ സേവികാ സമാജം രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. അതിൻ്റെ ഉത്തരം എന്താണ്? സഹോദരനയ്യപ്പനാണ്. അടുത്തത്, സഹോദരനയ്യപ്പൻ്റെ പേരിൽ ഒരു സ്മാരകമുണ്ട്. സഹോദരനയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. സഹോദരനയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള ചിറായിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകമുള്ളത്. അപ്പോൾ സഹോദരനയ്യപ്പൻ്റെ പേരിൽ സ്മാരകമുള്ള സ്ഥലം എവിടെയാണ്? ചിറായിലാണ്. ഇനി അടുത്തത്, അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രതിമയുള്ളത് എവിടെയാണെന്ന് ചോദിക്കാം. പ്രതിമയുള്ളത് കൊച്ചിയിലാണ്. എവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമയുള്ളത്? കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമയുള്ളത് എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പ്രധാനപ്പെട്ട കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട്. കോളേജ് സ്ഥിതി ചെയ്യുന്നത് പൂത്തോട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി ചെയ്യുന്നത്? കോളേജ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തു വെച്ചേക്കുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പൻ എന്ന പേരിൽ ഒരു പ്രധാനപ്പെട്ട സഹോദരൻ കെ അയ്യപ്പൻ എന്ന പേരിൽ ഒരു പ്രധാനപ്പെട്ട പുസ്തകം ഒരാൾ രചിക്കുന്നുണ്ട്. രചിച്ചയാളുടെ പേര് പ്രൊഫസർ എം കെ സാനു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രൊഫസർ എം കെ സാനു രചിച്ച പുസ്തകത്തിൻ്റെ പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? നമ്മുടെ സഹോദരൻ കെ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന പുസ്തകം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടെ ഓർത്തു വെച്ചേക്കാം. സഹോദരൻ അയ്യപ്പനാണ് ആദ്യമായിട്ട് തൊഴിലാളികളെ സഖാക്കളെ എന്ന് വിളിച്ച നവോത്ഥാന നായകൻ. തൊഴിലാളികളെ ആദ്യമായി സഖാക്കളെ എന്ന് അഭിസംബോധന ചെയ്ത നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്മാരകം ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എവിടെയാണ്? ചെറായിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കോളേജ് സ്ഥിതി ചെയ്യുന്നത് പൂത്തോട്ടയിലാണെന്ന് പറഞ്ഞു. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട ജീവചരിത്ര കൃതി ഉണ്ടെന്ന് പറഞ്ഞു. അത് എഴുതിയത് പ്രൊഫസർ എം കെ സാനു ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് സഹോദരൻ കെ അയ്യപ്പൻ എന്നാണ്. ഇനി അടുത്തത്, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് തൊഴിലാളികളെ സഖാക്കളെ എന്ന് വിളിച്ച നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, എഴുതിക്കും.
ശ്രീനാരായണ സേവിക സമാജം രൂപീകരിച്ച നവോത്ഥാന നായകൻ. 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 അടുത്തത് വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടന രൂപീകരിച്ച നവോത്ഥാന നായകൻ. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടന രൂപീകരിച്ച നവോത്ഥാന നായകൻ. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടന രൂപീകരിച്ച നവോത്ഥാന നായകൻ. അടുത്തത് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിറായി. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിറായി. അടുത്തത് സഹോദരൻ അയ്യപ്പൻ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. സഹോദരൻ അയ്യപ്പൻ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. സഹോദരൻ അയ്യപ്പൻ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. അടുത്തത് സഹോദരൻ അയ്യപ്പൻ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പൂത്തോട്ട. സഹോദരൻ അയ്യപ്പൻ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പൂത്തോട്ട. ഇത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ എന്ന സഹോദരൻ കെ അയ്യപ്പൻ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ്. സഹോദരൻ കെ അയ്യപ്പൻ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് പ്രൊഫസർ എം കെ സാനു. പ്രൊഫസർ എം കെ സാനു. പ്രൊഫസർ എം കെ സാനു. ഓക്കെ, ഇനി അവസാനമായി പറഞ്ഞു നിർത്താനുള്ളത് അദ്ദേഹത്തിൻ്റെ മരണമാണ്. 1968 മാർച്ച് മാസം 6-ാം തീയതിയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹം മരിക്കുന്നത് 1968 മാർച്ച് മാസം 6-ാം തീയതിയാണ്. അപ്പോൾ ഇതോടുകൂടി സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന വലിയൊരു നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് മക്തി തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത് 1968 മാർച്ച് മാസം 6-ാം തീയതി അന്തരിച്ച സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം ജനിക്കുന്ന വർഷം പറഞ്ഞു 1889 ഓഗസ്റ്റ് മാസം 21-ാം തീയതിയാണ്. അദ്ദേഹമാണ് ആദ്യത്തെ കേരളത്തിലെ പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് സഹോദരൻ കെ അയ്യപ്പനാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് സഹോദരൻ കെ അയ്യപ്പനാണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളികളുടെ സംഘടനയ്ക്ക് രൂപം നൽകി. തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ കെ അയ്യപ്പനാണ്. അതുപോലെ തന്നെ അദ്ദേഹം രൂപീകരിച്ച പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനയുടെ പേരാണ് ആദിവൈപ്പിൻ തൊഴിലാളി സംഘം എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ പ്രസംഗ കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡയസ്തനീസാണ്. പ്രസംഗ കലയുടെ പിതാവ് ഡയസ്തനീസാണ്, അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ശ്രീനാരായണ സേവിക സമാജം രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ വിദ്യാപോഷിണി എന്നറിയപ്പെടുന്ന സാംസ്കാരിക സംഘടന ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. തുണ്ടിപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് 12 പേര് ഒപ്പുവെച്ച് നോട്ടീസ് പ്രദർശിപ്പിച്ച കോസ്മോപോളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്ന സംഭവം റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവമായിട്ടുള്ള മിശ്രഭോജനം 1917 നടത്തിയ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ്. 1928 യുക്തിവാദി എന്നറിയപ്പെടുന്ന മാസികയുടെ രൂപീകരണം നടത്തുന്ന അദ്ദേഹമാണ് അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 33 സ്ത്രീ എന്നറിയപ്പെടുന്ന മാസിക രൂപീകരിക്കുന്നതും ഇദ്ദേഹമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു EA പാർവതിയാണ് അതിലെ പത്രാധിപൻ എന്ന് നമ്മൾ പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് വെളിയങ്കോട് ഉമർ ഖാസിയുടെ ശിഷ്യനാര് എന്നുള്ളതാണ്, അത് മക്തി തങ്ങളാണെന്ന് പറഞ്ഞു. കഠോര കൂടാരം 1884 രചിച്ച വ്യക്തിയാണ് മക്തി തങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. 1909 അദ്ദേഹം രചിച്ച കൃതി പ്രധാനപ്പെട്ട
പത്രത്തിൻ്റെ പേര് കൊണ്ടുവന്ന പത്രത്തിൻ്റെ പേരാണ് തുർക്കി സമാചാരം എന്ന് നമ്മൾ പറഞ്ഞു. തുർക്കി സമാചാരം എന്തിന് ബദലായിട്ടാണെന്ന് പറഞ്ഞു? രാജ്യസമാചാരത്തിന് ബദലാണെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് നബി നാണയം കൊണ്ടുവന്നതെന്ന് നബി നാണയം എന്നറിയപ്പെടുന്ന മലയാളത്തിലെ ആദ്യത്തെ മുസ്ലിം പ്രവാചകനെ പ്രകീർത്തിക്കുന്ന ജീവചരിത്ര കൃതി കൊണ്ടുവന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സഹോദരൻ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന പ്രസിദ്ധമായ വരികൾ ആരുടേതാണെന്ന് പറഞ്ഞു? സഹോദരൻ അയ്യപ്പൻ്റേതാണെന്ന് പറഞ്ഞു. അടുത്തത് യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി കനിച്ചത് ലഭിച്ചതില്ലാതൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ വരികൾ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു? സഹോദരൻ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. മനുഷ്യരെല്ലാം സഹോദരരാകുന്നു ഏത് പത്രവുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു? സഹോദരൻ പത്രവുമായി ബന്ധപ്പെട്ടതാണ്. സഹോദര സംഘം രൂപീകരിച്ചത് 1917 പറഞ്ഞു. അതേ 1917 സയൻസ് ദശകം രചിച്ചത്. സയൻസ് ദശകവുമായി ബന്ധപ്പെട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ സൂര്യൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതെന്ന് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം കേരള നവോത്ഥാന നായകന്മാരെ മൊത്തത്തിൽ വിളിച്ചത് സൂര്യൻ എന്നാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞത് സഹോദരൻ അയ്യപ്പനെ ഏറ്റവും പ്രധാനപ്പെട്ടത് 1938 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പാർട്ടി രൂപീകരിച്ചു എന്ന് പറഞ്ഞു. അതാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. അതിനു മുമ്പ് അദ്ദേഹം നാഷണലിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്ന പാർട്ടിയിൽ അംഗമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ വാചകം ഇദ്ദേഹത്തിൻ്റേതാണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ജാതി വിധിക്കുന്നു, ജാതി സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താനേ ഹിന്ദുമതം എന്ന പ്രസിദ്ധമായ വരികൾ ആരുടേതാണെന്ന് നമുക്കറിയാം. ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റേതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു തുണ്ടിപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ മിശ്രഭോജനം നടക്കുന്നത്. പിന്നെ അദ്ദേഹം മരണപ്പെട്ട വർഷം പറഞ്ഞു 1968 മാർച്ച് മാസം 6-ാം തീയതി മരണപ്പെടുന്നു. പിതാവിൻ്റെ പേര് കുമ്പളത്ത് പറമ്പിൽ കൊച്ചാവ് വൈദ്യൻ എന്നാണ്. മാതാവിൻ്റെ പേര് ഉണ്ണൂലി എന്നാണ്. ഭാര്യയുടെ പേര് EA പാർവതി എന്നാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് പറഞ്ഞത് ഇദ്ദേഹത്തെയാണ് അയ്യപ്പൻ മാസ്റ്റർ എന്നുകൂടി വിളിക്കുന്നത്. അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. എന്നാൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? PK ചാത്തൻ മാസ്റ്ററാണ്, മറക്കണ്ട. അതുപോലെ തന്നെ ഈ സഹോദരൻ പത്രം രൂപീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്, അല്ലെങ്കിൽ സഹോദരൻ എന്നറിയപ്പെടുന്ന സഹോദര സംഘം എന്നറിയപ്പെടുന്ന സംഘടന രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് സഹോദരൻ പേര് ലഭിക്കുന്നു. അതുപോലെ തന്നെ മിശ്രഭോജനം നടത്തിയപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന പേരാണ്, അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും ഇദ്ദേഹമാണ്. ഇദ്ദേഹം വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹം അധ്യാപകൻ കൂടിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് അയ്യപ്പൻ മാസ്റ്റർ, അല്ലെങ്കിൽ മാസ്റ്റർ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഒരു കാരണവശാലും തിരിഞ്ഞു പോരുത്. മാസ്റ്റർ എന്നാണ് മാത്രം ചോദിക്കുന്നതെങ്കിൽ ആരാണ്? നമ്മുടെ PK ചാത്തൻ മാസ്റ്ററാണ്. കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന നമ്മുടെ PK ചാത്തൻ മാസ്റ്ററാണ്. അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന PK ചാത്തൻ മാസ്റ്ററാണ് ആദ്യത്തെ മാസ്റ്റർ, അല്ലെങ്കിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. പ്രീവിയസ് ചോദ്യമായിട്ടുള്ള ഒന്നുണ്ട്, മാസ്റ്റർദ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? മാസ്റ്റർദ എന്നറിയപ്പെടുന്ന വിപ്ലവകാരി ആരാണ്? അത് സൂര്യ സെന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞു സയൻസ് ദശകം രചിക്കുന്നത് 1917 ദൈവദശകം രചിക്കുന്നത് 1914 ദൈവദശകം രചിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് നമുക്കറിയാം. അത് ശ്രീനാരായണ ഗുരുവാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അതുപോലെ തന്നെ അദ്ദേഹം തിരുക്കൊച്ചി മന്ത്രിസഭയിൽ മന്ത്രിസഭാംഗമാകുന്നു 1949. 1948 അദ്ദേഹം കൊച്ചി മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിപ്പുറം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന കൊച്ചിയിലാണ്. സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിക്കാം. സ്മാരകം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയാണ്, ചെറായിൽ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കോളേജ് ഉണ്ട്, അത് പൂത്തോട്ട, എറണാകുളം ജില്ലയിലെ പൂത്തോട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പ്രധാനപ്പെട്ട ജീവചരിത്ര കൃതി രചിക്കപ്പെട്ടിട്ടുണ്ട്. ജീവചരിത്ര കൃതിയുടെ പേര് സഹോദരൻ K അയ്യപ്പൻ എന്നാണ്. പ്രൊഫസർ MK സാനുവാണ് ഇത് രചിച്ചത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ശരി. നമ്മൾ ഇന്ന് 2 നവോത്ഥാന നായകന്മാരെ പഠിച്ചു. 2 നവോത്ഥാന നായകന്മാരെ നന്നായിട്ട് നോക്കിയിരിക്കുക. നമ്മൾ വാഗ്ഭടാനന്ദൻ്റെ സംഘടനയാണോ എന്നല്ലേ ആദ്യത്തെ ചോദ്യം. അതായത്
കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയുടെ സ്ഥാപകൻ എന്നാണ്. സംഘടന, കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന. തൊഴിലാളി സംഘടന ആദ്യമായിട്ട് രൂപീകരിക്കുന്നത് ആദിവൈപ്പിൻ തൊഴിലാളി സംഘമാണ്. സംഘമായിട്ടാണ് ആദ്യത്തെ തൊഴിലാളി സംഘടന വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായിട്ട് വരുന്നത് ആദിവൈപ്പിൻ തൊഴിലാളി സംഘടന അല്ല. ആദിവൈപ്പിനല്ല ആദ്യത്തെ തൊഴിലാളി സംഘടന എന്ന് പറയുന്നത്. സഹോദരൻ അയ്യപ്പൻ ആദ്യമായിട്ട് സ്ഥാപിച്ച തൊഴിലാളി സംഘം എന്നുള്ളതാണ് ആദിവൈപ്പിൻ തൊഴിലാളി സംഘം. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയുടെ സ്ഥാപക പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, ഇനി തിരിച്ചു പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ തൊഴിലാളി സംഘടനയുടെ സ്ഥാപക പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. തൊഴിലാളി സംഘടന എന്ന തരത്തിൽ ആദിവൈപ്പിൻ തൊഴിലാളി സംഘം ഒരു ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. വാഗ്ഭടാനന്ദൻ രൂപീകരിച്ചിട്ടുണ്ട് തൊഴിലാളി സംഘടന. അത് തന്നെയാണ്, തീർച്ചയായും ഊരാളുങ്കൽ തന്നെയാണ് വരുന്നുണ്ട്. പക്ഷേ തൊഴിലാളി സംഘടനയുടെ സ്ഥാപക പിതാവ് എന്നുള്ളതാണെങ്കിൽ സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് രണ്ട് നവോത്ഥാന നായകന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. ശരി.